ഹായ് ഓൾ. 2023 ഡിസംബർ, അതായത് ലാസ്റ്റ് നടന്ന നെറ്റ് എക്സാമിന്റെ ഹിസ്റ്ററി സബ്ജക്റ്റിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഈസി അല്ലെങ്കിൽ മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചോദിച്ചതും ആൻഡ് അസേർഷൻ റീസണിങ് ഒക്കെ തന്നെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ പോരായ്മകൾ ഉണ്ടായിരുന്നു. കാരണം ക്ലാരിറ്റി കുറവ്, കൺഫ്യൂഷൻ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യേണ്ടി വന്നു. 6ഓളം ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു എക്സാമിൽ. ആൻഡ് PYQs നമ്മൾ കൃത്യമായിട്ടും ചെയ്ത് നോക്കേണ്ടുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നെറ്റിന് നമ്മൾ ഓരോ സിലബസ് നോക്കി ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് PYQസും പഠിക്കുക എന്നുള്ളത്. ഏകദേശം ഒരു 40% ക്വസ്റ്റ്യൻസും നമുക്ക് കൃത്യമായിട്ട് PYQs പഠിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഓക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ മാച്ച് ദ ലിസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ കുറച്ച് ഓഫീസേഴ്സിന്റെ പേരും അവരുടെ ഡെസിഗ്നേഷനും ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ ശിവജിയുടെ അഷ്ടപ്രധാൻ എന്ന് പറയുന്ന കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വരുന്ന മിനിസ്റ്റേഴ്സും അവരുടെ പോസ്റ്റുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ചെയ്യാം. ആൻഡ് കുറച്ചുകൂടി നമ്മൾ റിലേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ടുള്ള ടേം മജുംദാർ ആണ് അല്ലെ. അതായത് ഈ ഒരു അഷ്ടപ്രധാനിൽ മാത്രമല്ല, മെഡീവൽ പീരീഡ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പലയിടത്തും കാണുന്ന ഒരു ടേമാണ് മജുംദാർ എന്ന് പറയുന്നത്. മജുംദാർ ആരാണ്? അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ C4 എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം, എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ 1 എലിമിനേറ്റ് ചെയ്യാം, ആൻഡ് ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ 4 എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ C എന്ന് പറയുന്നത് ഒരൊറ്റ ഓപ്ഷനിൽ മാത്രമാണ് C4 ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഓപ്ഷൻ 2 ആണ്. നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു പോസ്റ്റ് കൂടി നോക്കാം. എന്താണ്? നമുക്ക് ദാബർ നോക്കാം. ദാബർ മറ്റൊരു എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നമുക്ക് കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഒരു പോസ്റ്റാണ് ദാബിർ എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ മാസ്റ്റർ ഓഫ് സെറമണീസ് ആണ് ദാബിർ വരുന്നത്. ദാബിറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെറമണീസ് ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു A എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. അതിലും A1 തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് കൺഫേം ചെയ്തുകൊണ്ട് ഓപ്ഷൻ 2 ആൻസറിലേക്ക് പോവാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ശിവജിയുടെ അഡ്മിനിസ്ട്രേഷനിലെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് 8 മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരെ നമ്മൾ അഷ്ടപ്രധാൻ എന്ന് പറയും. ഇതുപോലെ കുറച്ചുകൂടി സിമിലാരിറ്റി തോന്നുന്ന ഇതുപോലത്തെ കുറച്ച് ടേമുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം അഷ്ടദിഗജാസ് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണദേവരായന്റെ പോർഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നവരത്നാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗുപ്ത പീരീഡിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ അഷ്ടപ്രധാൻ എന്ന് പറയുന്നത് ശിവജിന്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതിലെ 8 മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ ഡ്യൂട്ടീസും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് പന്ത് പ്രധാൻ അല്ലെങ്കിൽ പെഷ്വ, മജുംദാർ ഓർ അമാത്യ, ആൻഡ് ഷുർവാനീസ് ഓർ സച്ചിവ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയും. വഖ്യാനാവീസ് വരുന്നുണ്ട്. സരീൻ നവാബ് അല്ലെങ്കിൽ സേനാപതി, ദാബിർ ഓർ സുമന്ത്, ന്യായാധീഷ്, പണ്ഡിത് റാവു. ഇത്രയുമാണ് 8 പേര് വരുന്നത്. ആൻഡ് ഇതിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിന്റെ ഡെസിഗ്നേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഇവിടെ ലാസ്റ്റ് 8 പേർക്ക് ശേഷം എക്സ്ട്രാ ഒരു ടേമും കൂടി പറഞ്ഞിട്ടുണ്ട്, ചിത്താനീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചിത്താനീസ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഓരോ മിനിസ്റ്റേഴ്സിനെയും പറഞ്ഞു. ഈ മിനിസ്റ്റേഴ്സിനൊക്കെ സഹായിക്കാൻ അവരുടെ കീഴിൽ ധാരാളം ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന ഒരു ഓഫീസറാണ് ചിത്താനീസ് എന്ന് പറയുന്നത്. ഈ ചിത്തനീസ് എന്ന് പറയുന്നത് സൂപ്പറിൻറ്റൻഡന്റ് അല്ലെങ്കിൽ സച്ചീവ് സുർവാനീസ് എന്നറിയപ്പെടുന്ന ഓഫീസറിന്റെ കീഴിൽ വന്ന ഒരു കിങ്ങിന്റെ റോയൽ കറസ്പോണ്ടൻസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഓഫീസറാണ് ചിത്താനീസ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഓരോ
പോസ്റ്റുകളും കൃത്യമായി പഠിച്ചു വെക്കുന്നതാണ്. പെഷു എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. മജുംദാർ അല്ലെങ്കിൽ അമാത്യയാണ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഷുർവാണീസ് അല്ലെങ്കിൽ സച്ചിവ സൂപ്പറിൻറ്റൻഡന്റ് ആണ്, അതായത് ദ സെക്രട്ടറി who looked after the affairs of royal correspondence. അതേസമയം ഫോറിൻ അഫയേഴ്സ് ഡീൽ ചെയ്തിരുന്നത് ദാബിർ അല്ലെങ്കിൽ സുമന്ത് ആണ്. അതേസമയം അദ്ദേഹം മാസ്റ്റർ ഓഫ് സെറമണീസ് കൂടിയാണ്. വക്യാനാവിസ് ആണ് ഇൻ ചാർജ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ്. ആൻഡ് സരി നൗപാത് കമാൻഡർ ആർമി. നയാദിഷ് എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. പണ്ഡിത് റാവു എന്ന് പറയുന്നത് ആരാണ്? ഹയസ്റ്റ് പ്രീസ്റ്റ് ആണ്. ഹി വാസ് ഇൻ ചാർജ് ഓഫ് ചാരിറ്റബിൾ ഗ്രാൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡ്യൂട്ടീസ് ഓഫ് ബ്രാഹ്മണ ഈസ് ഇൻകറക്റ്റ് ആസ് എന്യൂമറേറ്റഡ് ബൈ കൗഡില്യ ഇൻ ഹിസ് അർത്ഥശാസ്ത്ര? അതായത് കൗഡില്യന്റെ അർത്ഥശാസ്ത്രം നമുക്കറിയാം. മൗര്യൻ എംപയറിനെ പറ്റി ഇൻഫർമേഷൻ തരുന്ന പ്രധാനപ്പെട്ട വർക്കാണ്. മോർ ഓവർ എന്താണ്? അതൊരു വർക്ക് ഓൺ സേഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് അതിൽ ഓരോരുത്തരും ഡ്യൂട്ടീസ്, കിങ്ങിന്റെ ഡ്യൂട്ടി എന്താണ്, ബ്രാഹ്മണന്റെ ഡ്യൂട്ടി എന്താണ്, ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടി എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ലിംസ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിന്റെ ഒരു ബേസിക് ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇവിടെ ബ്രാഹ്മണാസിന്റെ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ബ്രാഹ്മണന്റെ ഡ്യൂട്ടിയിൽ പെടാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻസ് നോക്കൂ. അധ്യാപന, അതായത് ടീച്ചിങ്. പ്രതിഗ്രഹ, അക്സെപ്റ്റിംഗ് ഗിഫ്റ്റ്. ദാന, മേക്കിംഗ് ഗിഫ്റ്റ്. ഭൂതരക്ഷണ, പ്രൊട്ടക്ഷൻ ഓഫ് ലിവിംഗ് ബീയിങ്സ്. ഇതിലേതാണ് പെടാത്തത്? നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 ഭൂതരക്ഷണയാണ് ഇതിൽ പെടാത്ത ഒരു അല്ലെങ്കിൽ ഡ്യൂട്ടി, ബ്രാഹ്മണന്റെ ഡ്യൂട്ടി അല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇത് കിങ്ങിന്റെ ഡ്യൂട്ടിയാണ്. രാജാവാണ് ലിവിംഗ് ബീയിങ്സിനെയും ജനങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടി ബ്രാഹ്മണന്റേതല്ല. ഓക്കെ, ആൻഡ് ബ്രാഹ്മണന്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് വരുന്നത് എന്താണ്? അധ്യാപന, പ്രതിഗ്രഹ ആൻഡ് ദാന, അതായത് ഗിഫ്റ്റ് മേടിക്കുക, കൊടുക്കുക ആൻഡ് വേദങ്ങളൊക്കെ പഠിപ്പിക്കുക. ഓക്കെ ഓക്കെ, ആൻസർ ഭൂതരക്ഷണ. ഇനി അടുത്തതും മാച്ച് ദ ലിസ്റ്റ് ആണ്. ഇവിടെ തന്നിട്ടുള്ളത് കോൺഗ്രസ് സെഷനും അതിന്റെ ഇയറും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസിഡന്റുമാണ്. ആൻഡ് ഇവിടെ അപ്പോൾ നമ്മൾ ഓരോ കോൺഗ്രസ് സെഷനും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് പ്രസിഡന്റ് ആരായിരുന്നു അതിന്റെ ഫീച്ചേഴ്സും പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ റാൻഡമായിട്ട് തന്നിട്ടുള്ളതിൽ നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം? അപ്പൊ നമ്മൾ ഇവിടെ ഫെമിലിയർ ആയിട്ടുള്ള ഈ ലിസ്റ്റിൽ 2 പേരുകളാണ് നമുക്ക് വരുന്നത്, ആനി ബസന്റും ദാദാബായ് നവറോജി. ബാക്കി 2 ടേമുകളും ഹക്കീം അജ്മൽ ഖാനും രഘുനാഥ് നരസിംഹ മുതോൾക്കറും നമുക്ക് അത്ര ഫെമിലിയർ അല്ല. അപ്പൊ നമുക്ക് ബാക്കി അറിയാവുന്നവരെ വെച്ചുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ആൻഡ് ഇവിടെ കൽക്കത്ത കോൺഗ്രസ് സ്പെഷ്യൽ സെഷൻ 1970. ഈ ഒരു കോൺഗ്രസ് സെഷന്റെ പ്രത്യേകത, നമുക്ക് ആനി ബസന്റ് ആണ് അവിടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC സെഷൻ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തായാലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. 1907 ആനി ബസന്റ് ആണ് പ്രസിഡന്റ് ആയിട്ട് വരുന്നതെന്ന്. അപ്പോൾ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന ഓപ്ഷൻ ആയിട്ട് കണക്ട് ചെയ്യാം. അത് എന്താണ്? ബാക്കി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മാത്രമാണ് D2 ആയിട്ട് വരുന്നത്. ബാക്കി ഒന്നിലും എന്താണ് D2 ആയിട്ട് വരുന്നില്ല. അപ്പൊ അത് നമ്മൾ 2ഉം 3ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം. ഇനി കുറച്ചുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ലീഡർ അടുത്തേക്ക് പോകാം. ദാദാബായ് നവറോജി എപ്പോഴായിരിക്കാം വന്നിട്ടുണ്ടാവുക? അദ്ദേഹം ഇതിന്റെയൊക്കെ ഏറ്റവും ആദ്യ വർഷങ്ങളിൽ, അതായത് തന്നിട്ടുള്ളതിൽ കുറച്ചുകൂടി ഏർലി പീരീഡിലായിരിക്കും നമുക്ക് എന്തായാലും ദാദാബായ് നവറോജിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഏകദേശം ഒരു 1906 ദാദാബായ് നവറോജി ആക്റ്റീവായി സമയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കോൺഗ്രസ് സെഷനുമായിട്ട് നമുക്ക് ദാദാബായ് നവറോജിനെ കണക്ട് ചെയ്യാം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി 4 ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റില് B4 തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 1 കറക്റ്റ് ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് A3 ബങ്കിപ്പൂർ കോൺഗ്രസ് സെഷൻ 1912 അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് രഘുനാഥ് നരസിംഹ മുതോൾക്കർ ആണ്. ആൻഡ് കൽക്കത്ത കോൺഗ്രസ് സെഷൻ 1906 അതായത് B4 ആണ് വരുന്നത്, ദാദാബായ് നവറോജി. അഹമ്മദാബാദ് കോൺഗ്രസ് സെഷൻ 1921 ഹക്കീം അജ്മൽ ഖാനും. ആൻഡ് ലാസ്റ്റ് 1970 കൽക്കത്ത കോൺഗ്രസ് സെഷന് ആനി ബസന്റും ആണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഒരു ഫസ്റ്റ് സെഷന്റെ ഒരു പ്രത്യേകത, ആ ഒരു സെഷനിലാണ് 4 റെസൊല്യൂഷൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വരാജ്, ബോയ്ക്കോട്ട് മൂവ്മെന്റ്, സ്വദേശി ആൻഡ് നാഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള
റെസൊല്യൂഷൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അനി ബെസന്റ് ആണ് ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് INC. ആ സെഷൻ 1917 ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ലിറ്റററി സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഇൻക്ലൂഡ്. 2 മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ തന്നിട്ടുള്ളതിൽ ഏതെല്ലാമാണ് ലിറ്റററി സോഴ്സസ് എന്നാണ്. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം, ബി ഒഴികെ ബാക്കിയെല്ലാം ഇതിലെ ലിറ്റററി സോഴ്സസ് ആണ്. എന്താണ്? ശ്രീമദ് രാമായണ, ശ്രീമദ് മഹാഭാരത, ഇൻഡിക് ഓഫ് മെഗസ്തനീസ്, അർത്ഥശാസ്ത്ര ഓഫ് കൗടില്യ. അതായത് ഏൻഷ്യൻ ഇന്ത്യയില് വരുന്ന പ്രധാനപ്പെട്ട ലിറ്റററി സോഴ്സസ് ആണ്. കോയിൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് ന്യൂമിസ്മാറ്റിക്സിന്റെ കീഴിലാണ് വരുന്നത്. അതായത് അതൊരു ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ്, മെറ്റീരിയൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ്. അപ്പോൾ ബാക്കിയെല്ലാം ലിറ്റററി സോഴ്സസ് ആണ്. അപ്പൊ നമുക്ക് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ജനറലി ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് 2 സോഴ്സസ് ആയിട്ട് തരംതിരിക്കാം അല്ലെ, ലിറ്റററി സോഴ്സസും മെറ്റീരിയൽ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സോഴ്സസും. അപ്പൊ അതിന്റെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഈ ഒരു ചാർട്ടിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following book is not written by കമ്പൻ? കമ്പൻ ആരാണെന്ന് നമുക്കറിയാം അല്ലെ. കമ്പൻ എന്ന് പറയുമ്പോൾ കമ്പരാമായണ എന്നാണ് നമുക്ക് ആദ്യം വരുന്നത്. അപ്പോൾ കമ്പന്റേതല്ലാത്ത വർക്ക് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു വർക്ക് നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി അറിയാം, കമ്പരാമായണം. അതിവിടെ ഓപ്ഷനിലുണ്ട്, അപ്പൊ അത് എന്തായാലും വർക്കാണ്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. മൂവരുല, സദോപ്കാർ, അന്ധതി ആൻഡ് എരുളുപത്തു. ഇതിൽ ഏതാണ് വർക്ക് അല്ലാത്തത്? നമുക്കിതിൽ കറക്റ്റ് ഉത്തരം അറിയാമെങ്കിൽ മാത്രം ആൻസർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന്റെ ആൻസർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഓപ്ഷൻ 2 മൂവരുലയാണ്. അതായത് മൂവരുല എന്ന് പറയുന്ന വർക്ക് ഒറ്റക്കുത്ത് എഴുതിയിട്ടുള്ള വർക്കാണ്. അത് കമ്പന്റേതല്ല. ബാക്കിയെല്ലാം എന്നാണ് എരുളുപത്തു, സദോപകാർ, അന്താതി എന്നൊക്കെ പറയുന്നത് കമ്പന്റെ വർക്ക്സ് ആണ്. ഓക്കെ, ഇനി ഇവരൊക്കെ പറയുകയാണെങ്കിൽ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് പോയിറ്റ്സ് ആണ് കമ്പനും ഒറ്റക്കുത്തരൊക്കെ പറയുന്നത്. ഇവര് കണ്ടംപററി ആയിരുന്നു. ആൻഡ് ഇവിടെ കമ്പന്റെ മറ്റു വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കമ്പരാമായണ തമിഴ് വേർഷൻ ഓഫ് രാമായണയാണ്. അദ്ദേഹത്തിന്റെ മറ്റു വർക്ക്സ് ആയിട്ട് തിരുക്കുറൈ വഴക്കം, എരുളുപത്തു നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. സിലൈ എലുപത്തു എന്ന് പറഞ്ഞിട്ട് എന്താണ് പല്ലവ കിങ് ഒരു തൊണ്ടൈമാനെ പ്രേസ് ചെയ്തുകൊണ്ടുള്ള വർക്കാണ്. ആൻഡ് കങ്കൈ പുരാണം എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ട്. സദ്ഗോപർ അന്താതി. സദ്ഗോപർ അന്താതി വൈഷ്ണവ സെയിന്റ് ആയിട്ടുള്ള നമ്മൽവാറിനെ പ്രേസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സരസ്വതി അന്താതി എന്നിങ്ങനെ കുറച്ച് വർക്ക്സ് കമ്പന്റേതായിട്ടുണ്ട്. ആൻഡ് ഇതിൽ അന്താതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുല്ലേ, ഇപ്പൊ 2 വർക്കുകൾ അന്താതി കണ്ടു. അന്താതി എന്ന് പറയുന്നത് തമിഴ് പോയിട്രിയിൽ വരുന്ന ഒരു പ്രത്യേകതരം പോയിട്രി വർക്കാണ്. അതായത് it is constructed such as the last or ending word of each verse becomes the first word of the next verse. അതായത് ഒരു വേഴ്സ് അവസാനിക്കുമ്പോൾ വരുന്ന ലാസ്റ്റ് വേർഡ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ലൈൻ ആയാലും അതിൽ ലാസ്റ്റ് വേർഡിൽ അവസാനിക്കുന്ന ആ വേർഡ് ആയിരിക്കും അടുത്ത വേഴ്സിന്റെ അല്ലെങ്കിൽ അടുത്ത ലൈനിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അന്താതിന്റെ പ്രത്യേകത. ആൻഡ് ഇവിടെ മൂവർലന്റെ വർക്ക്സ് മൂവർല എന്ന് പറയുന്നത് ഒറ്റക്കുത്തനാറിന്റെ വർക്കാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു വർക്കിൽ പറയുന്ന എന്താണ്? ഇറ്റ് ഡെബിക്സ് ദ ലൈഫ് ഓഫ് 3 ചോള കിങ്. 3 ചോള കിങ്ങിന്റെ ലൈഫാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തെ പാട്രോണൈസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിക്രമ ചോള, കുലോത്തുംഗ സെക്കൻഡ്, രാജരാജ ചോളന്റെ ഒക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മൂവർല വർക്കിൽ പറയുന്നത്. ആൻഡ് നമുക്ക് ഓപ്ഷൻസിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് കമ്പനി ഒറ്റക്കുത്തരമാണ് നമ്മുടെ ഡിസ്കഷനിൽ വരുന്നത്. ഇത് കൂടാതെ 12ാം നൂറ്റാണ്ടില് തമിഴ്നാട്ടില് ജീവിച്ചിരുന്ന തമിഴ് പോയിറ്റ്സ് അല്ലെങ്കിൽ സ്കോളേഴ്സ് എന്ന് പറയുന്നവരുണ്ട്. ബാക്കിയുള്ളവരാണ് എന്താണ് ദരുമര്, സെക്കിഴാറ്, ഔവ്വയാറ്. അവരുടെ വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം സെക്കിഴാർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ കുലോത്തുംഗ ചോളന്റെ കണ്ടംപററി ആയിരുന്നു. ആൻഡ് അദ്ദേഹമാണ് പെരിയ പുരാണം എന്ന് പറഞ്ഞിട്ട് ശൈവ നയാസിനെ പറ്റി പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഔവ്വയാർ ഒരു തമിഴ് പോയിറ്റ്, വിമൻ സെയിന്റ് ആണ്. ആൻഡ് തിരുക്കുറളിനെ പറ്റിയിട്ട് കമന്ററി എഴുതിയിട്ടുള്ളതാണ് ദരുമർ.
അപ്പോൾ ഇവരൊക്കെ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ കണ്ടംപററീസ് ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഹു വാസ് ദ മിലിറ്ററി കമാൻഡർ ഓഫ് ദ ഡൽഹി സൽത്തനേറ്റ് ഹു ഇൻവേർഡഡ് കാക്കത്തിയാസ് ഓഫ് വാറങ്കൽ? ഇതും നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം. ആൻഡ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. അതായത് കാക്കത്തിയാസ്, അതായത് സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷൻ നടത്തുന്ന ഡൽഹി സൽത്തനേറ്റിന്റെ മിലിറ്ററി കമാൻഡർ. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷൻ നടത്തി അവിടെ കോൺക്വസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു റൂളർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കമാൻഡർ ആയിട്ട് നമുക്ക് മാലിക് കഫൂർ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടുന്ന ആളാണ്. അപ്പോൾ മാലിക് കഫൂർ എന്ന് പറയുന്ന ഇപ്പൊ ഓപ്ഷനിലുണ്ട്, മാലിക് കഫൂർ ആണ് കാക്കത്തിയാസ് ഓഫ് വാറങ്കലിനെ ഇൻവേർഡ് ചെയ്യുന്നത്. നമ്മൾ ഓപ്ഷൻ വായിക്കുന്നതിന് മുന്നേ ഉത്തരം പറഞ്ഞു. ആൻഡ് എന്താണ് ഇവിടെ ഓപ്ഷൻസ് നോക്കൂ, ഖാനി ജഹാൻ മഖ്ബൂൽ, മാലിക് കഫൂർ, മുബാറക് ഷാ ഖിൽജി, ഖിസിർ ഖാൻ. ഇതിലെ മാലിക് കഫൂർ ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. കാരണം എന്താണ്, മാലിക് കഫൂർ ആണ് വളരെ ഒരു ഏബിൾഡ് കമാൻഡർ അല്ലെങ്കിൽ ജനറൽ ആയിരുന്നു. ഇപ്പൊ നമ്മൾ റൂളേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഒട്ടുമിക്കവാറും അല്ലെങ്കിൽ വളരെ റയർ ആയിട്ട് നമ്മൾ ചില റൂളേഴ്സിന്റെ ഒപ്പം അവരുടെ കമാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ പ്രൈം മിനിസ്റ്റേഴ്സിനൊക്കെ പറ്റി പഠിക്കും. അങ്ങനെ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞു വെക്കേണ്ടുന്ന ഒരാളാണ് മാലിക് കഫൂർ. അതായത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുമ്പോൾ നമുക്ക് മാലിക് കഫൂറിനെ കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺക്വസ്റ്റുകൾ നടത്തി സൗത്ത് ഇന്ത്യയിലെ കോൺക്വസ്റ്റ് ഒക്കെ നടത്തിയത് ഈ മാലിക് കഫൂർ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡർ ആണ്. ആൻഡ് അദ്ദേഹം ഏകദേശം 1309നും 1313നും ഇടയ്ക്കാണ് ഈ ഒരു സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷൻസ് ഒക്കെ നടത്തുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണ് മാലിക് കഫൂർ കീഴടക്കിയിട്ടുള്ളത്? യാദവ കിങ് രാമചന്ദ്ര ദേവനെ കീഴടക്കിയിട്ടുണ്ട്. ദേവഗിരി യാദവാസ് ആണ്, യാദവ കിങ്സ് ഓഫ് ദേവഗിരി ആണ്. ആൻഡ് പ്രതാപരുദ്ര സെക്കൻഡ് കാക്കത്തിയാസ് ഓഫ് വാറങ്കൽ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഈ ഒരു പ്രതാപരുദ്ര സെക്കൻഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാക്കത്തിയ റൂളർ ആയിട്ടുള്ള ഇദ്ദേഹത്തെ തോൽപ്പിച്ച ആ ജനറൽ ആണ്. അപ്പൊ നമുക്കത് ക്വസ്റ്റ്യനിൽ വന്നതാണ്. പിന്നെ ഇത് കൂടാതെ യാദവാസിനെയും കാക്കത്തിയാസിനെയും കൂടാതെ ഹൊയ്സാലാസ് ഓഫ് ദ്വാരസമുദ്ര അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ കിങ്, അദ്ദേഹം തോൽപ്പിച്ച കിങ് വീരബല്ലാല തേർഡ് ആയിരുന്നു. ആൻഡ് മധുരയിലെ പാണ്ഡ്യാസിനെയും വന്നിട്ട് മാലിക് കഫൂർ കീഴടക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ഇവിടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഗാനി ചഹാൻ മക്ബൂൽ ഉണ്ട്, മുബാറക് ഷാ ഖിൽജി ഉണ്ട്, ഖിസിർ ഖാൻ ഉണ്ട്. ഇവരൊക്കെ ആരാണെന്ന് കൂടി നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഖാനി ജഹാൻ മക്ബൂൽ എന്ന് പറയുന്നത് ഒരു തെലുഗു ബ്രാഹ്മൺ കൺവേർട്ട് ആണ്. അദ്ദേഹം ആരുടെ കോർട്ടിൽ ഉണ്ടായിരുന്നതാണ്? ഫിറോഷ തുഗ്ലക്കിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഫിറോഷ തുഗ്ലക്കിന്റെ വാസിർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഖാനി ജഹാൻ മക്ബൂൽ എന്ന് പറയുന്നത്. ആൻഡ് മുബാറക് ഷാ ഖിൽജി ആരായിരുന്നു? മുബാറക് ഷാ ഖിൽജിയാണ് അലാവുദ്ദീൻ ഖിൽജിന്റെ സൺ. അദ്ദേഹം ഖിൽജി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് റൂളർ ആണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം സ്വയം ഒരു ടൈറ്റിൽ അസ്യൂം ചെയ്യുന്നുണ്ട്. ആ ടൈറ്റിലാണ് ഖലീഫ. അതായത് ഖലീഫ എന്ന് സ്വയം പ്രഖ്യാപിച്ച ഒരു റൂളറാണ് മുബാറക് ഷാ ഖിൽജി എന്ന് പറയുന്നത്. ആൻഡ് ഖിസിർ ഖാൻ എന്ന് പറയുന്നത് സയ്യിദ് ഡൈനാസ്റ്റിന്റെ ഫൗണ്ടർ ആണ് ഖിസിർ ഖാൻ. ഓക്കെ, അപ്പം ഇവരെയും കൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആൻഡ് മാലിക് കഫൂറിന്റെ സൗത്ത് ഇന്ത്യൻ എക്സ്പെഡീഷനും അലാവുദ്ദീൻ ഖിൽജി പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അടുത്തത് നോക്കുക, ഇതും ഒരു മാച്ച് ദ ലിസ്റ്റ് ആണ്. ആൻഡ് ഇവിടെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ഇവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകൾ, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകൾ തന്നിട്ടുണ്ട്. ആൻഡ് അത് കൺസ്ട്രക്ട് ചെയ്ത പാട്രണേജ് കൊടുത്ത റൂളേഴ്സിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ബാഗ്സരി അഫ്ഷാൻ, ബുലന്ദ് ദർവാസ, മൻമന്ദിർ, ഹൗദി ഷംസി എന്നിങ്ങനെയുള്ളതും. ആൻഡ് ഇവിടെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റൂളേഴ്സിന്റെ ഒക്കെ പേരും കാണാം. ഇതില് നമുക്ക് എങ്ങനെ എത്തപ്പെടാം? ഇവിടെ നോക്കൂ, ഓപ്ഷൻ ബി ശ്രദ്ധിക്കൂ. ബുലന്ദ് ദർവാസ ആരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? നമ്മള് അക്ബർ ആണ് ബുലന്ദ് ദർവാസ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ B1 എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ B1 ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ 1ഉം 2ഉം ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം, 3ഉം 4ഉം നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇതിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുകയെന്ന് അറിയുന്നതെങ്കിൽ നമുക്ക് അടുത്തത് കൂടി നോക്കേണ്ടി വരുന്നു. എന്നാണ് നമുക്ക് ബാക്കി ഇവിടെ മൻമന്ദിർ നോക്കാം. മൻമന്ദിർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്
ആൻഡ് ഈ ഓപ്ഷൻ ആയിട്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യാവുന്നത് നമുക്ക് രാജ മാൻസിംഗ് തൊമാർ ആണ്. മൻമന്ദിർ, രാജ മാൻസിംഗ് എന്നിങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. ആൻഡ് ഓപ്ഷൻ സി 4 ആണ്. അതായത് ഓപ്ഷൻ സി 4 വരുമ്പോൾ നമുക്ക് നമ്മൾ ഒന്നും രണ്ടും ഓൾറെഡി ഡിലീറ്റ് ചെയ്തു, മീൻസ് എലിമിനേറ്റ് ചെയ്തു. ആൻഡ് സി 4 ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻ 3യിലേക്ക് നമുക്ക് പോവാം. ആൻഡ് ഇങ്ങനെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ 3 കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം. ഇതുമില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു ഓപ്ഷൻ എ കൺസിഡർ ചെയ്യാം. എന്താണ്? ബാഗ് സരായി അഫ്ഷൻ. അതായത് ബാഗ് ആണ്, അതായത് ബാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഗാർഡൻ ആണ്. അപ്പൊ ഇത്തരത്തില് തന്നിരിക്കുന്ന കൂട്ടത്തില് ഗാർഡൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് ആരായിരിക്കും? നമുക്കറിയാം മുഗൾ പീരീഡിലേക്ക് വരുമ്പോഴാണ് ഗാർഡനുകൾ ഫേമസ് ആവുന്നത്. അതിന് തുടക്കം കുറിക്കുന്നത് ആരാണ്? ബാബർ ആണ്. അപ്പൊ നമ്മൾ ബുലന്ദ് ദർവാസ ഓൾറെഡി അക്ബറിന് കൊടുത്തു. അപ്പൊ പിന്നെ ഇതിൽ നമുക്ക് മുഗൾ എംപറർ റൂളർ ആയിട്ട് വരുന്നത് ബാബർ ആണ്. അപ്പൊ ബാഗ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ നമുക്ക് ബാബർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്താണ്? നോക്കൂ, എ നമ്മള് ഓപ്ഷൻ 3 നമുക്ക് കിട്ടുകയാണ്. എന്താണ്? എ 3യും കിട്ടി. സി എന്ന് പറയുന്നത് നമ്മൾ 4 ആണെന്ന് പറഞ്ഞു. ആൻഡ് അത് കുറച്ചുകൂടി ഡൗട്ട് ആയതുകൊണ്ട് നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് ഓൾറെഡി ബി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ബി 1 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരം എന്താണ്? 3ലേക്ക് എത്താം. അതായത് എന്താണ്? ബാഗ് സറായി അഫ്ഷൻ ബാബർ ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അത് അഫ്ഗാനിസ്ഥാനിൽ ഉള്ള അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. എന്ത്? ഈ ഒരു ബാഗ് ഷരായി അഫ്സൻ എന്ന് പറയുന്നത്. ബുലന്ദ് ദർവാസ അക്ബർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഡോർവേ ആണ്. അത് ഡോർ ഓഫ് വിക്ടറി എന്ന് പറയുന്നു. എന്തിന്റെ? അതായത് ഗുജറാത്തിനെ അദ്ദേഹം കീഴടക്കിയിട്ട് കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബുലന്ദ് ദർവാസ 1575 കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. മന്മന്ദിർ എന്ന് പറയുന്നത് രാജ മാൻസിംഗ് തൊമാർ തന്നെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു ഫോർട്ടില്, അതായത് അവിടുത്തെ ഗ്വാളിയോർ ഫോർട്ടിന്റെ അകത്ത് വരുന്ന ഒരു പാലസ് ആണ് ഈ മന്മന്ദിർ എന്ന് പറയുന്നത്. ഏകദേശം 1486 1517 പീരീഡിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മന്മന്ദിറിനെ പെയിന്റഡ് പാലസ് എന്ന് പറയുന്നു. കാരണം ടർക്കോയിസ് കളറിലുള്ള ടൈലുകളൊക്കെ വെച്ച് ഒട്ടിച്ചുകൊണ്ട് കൃത്യമായ ഒരു ജോമെട്രിക് പാറ്റേണിൽ യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളരെ ഭംഗിയുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു മന്മന്ദിർ എന്ന് പറയുന്നത്. ആൻഡ് ഹൗദ് ഷംസി എന്ന് പറയുന്നത്, അത് ഹൗദ് ഷംസി എന്ന് പറയുന്നത് ഷംസി താലാബ് എന്ന് കൂടി പറയും. അതൊരു കുളമാണ്, ഒരു വാട്ടർ ടാങ്ക് ആണ്, വാട്ടർ സ്റ്റോറേജ് റിസർവോയർ ആണ്. അത് ഇൽത്തുമിഷ് ആണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് 1230 CE. ഓക്കെ. ആൻഡ് ഇതിന്റെ ഇമേജസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ബാബറിന്റെ ഗാർഡൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബുലന്ദ് ദർവാസ, വളരെ മനോഹരമായി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബുലന്ദ് ദർവാസ കാണാം. ആൻഡ് ഇവിടെ കാണാം മന്മന്ദിർ, കണ്ടോ? ടർക്കോയിസ് ടൈലുകൾ വെച്ച് ഒട്ടിച്ചിട്ട് വളരെ നല്ല ഭംഗിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വാട്ടർ റിസർവോയർ ഇൽത്തുമിഷിന്റെ ഹൗദി ഷംസി അല്ലെങ്കിൽ ഷംസി താലാബും കാണാം. ഓക്കെ. ഇതുപോലെ ധാരാളം കൺസ്ട്രക്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, ധാരാളം ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇത് ആര് ബിൽഡ് ചെയ്തു, ആൻഡ് ഏത് രാജാവിന്റെ പെട്രോളജിലാണ്, ആൻഡ് അത് ബിൽഡ് ചെയ്ത ആർക്കിടെക്റ്റിന്റെ പേര്, ഇതിന്റെ ഒക്കെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ഹെറഡോട്ടസ്, ദ ഫാദർ ഓഫ് ഹിസ്റ്ററി, റോട്ട് അബൌട്ട്. ഹെറഡോട്ടസ് ആരാണെന്ന് നമുക്കറിയാം, ഫാദർ ഓഫ് ഹിസ്റ്ററി ആണ്. ആൻഡ് അദ്ദേഹം എന്തിനെ പറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്? താഴെ തന്നിട്ടുള്ളതിൽ നിന്നും ഏതൻസ് ആൻഡ് സ്പാർട്ടിയൻ വാർ, സ്ലേവ് വാർ, റോമൻ വാർ ആൻഡ് ചൈനീസ് വാർ. ചൈനീസ് വാർ അല്ല എന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം അദ്ദേഹം ഒരു വെസ്റ്റേൺ സൈഡില് അല്ലെങ്കിൽ വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ തന്നെ നിന്നിരുന്ന ഒരു സ്കോളറാണ്. അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ തന്നെ അപ്പോൾ അവിടെയാണ്. അപ്പൊ ചൈനീസ് വാർ എന്നും പറഞ്ഞ് നമുക്കൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ചൈനീസ് വാർ ഒക്കെ കുറെ പീരീഡിന് ശേഷമാണ് വരുന്നത്. പിന്നെ റോമൻ വാർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഏർലി സെഞ്ചുറിയിലൊക്കെയാണ് റോമൻ വാർ വരുന്നത്. ആൻഡ് സ്ലേവ് വാറും ഏതൻസ് സ്പാർട്ടിയൻ വാറൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടി കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇതില് നമ്മുടെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ 1 ഏതൻസ് ആൻഡ് സ്പാർട്ടിയൻ വാർ. അതായത് ഇതിൽ നിന്നും ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ഹെറഡോട്ടസ് അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ വർക്ക് ആയിട്ടുള്ള ദ ഹിസ്റ്ററീസ് എഴുതുന്നത്. അതായത് ഈ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന വർക്കില് പറയുന്നത് ഗ്രേക്കോ പേർഷ്യൻ വാർ ആണ്. ആൻഡ് അതായത് ഈ ഗ്രേക്കോ പേർഷ്യൻ വാറിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ആരാണ്? പേർഷ്യൻ എംപയറും ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സും ആണ് 5th century BC. അപ്പോൾ ഇവര് തമ്മിലുള്ള ആ ഒരു വാറിനെയാണ് അവിടെ പറയുന്നത്. ആൻഡ് അതിന്റെ ഭാഗമായിട്ടാണ് പേർഷ്യൻ എംപയർ ഉയർന്നു വരുന്നത്.
അങ്ങനെയാണ് ഈ ഒരു ഗ്രേക്കോ പേർഷ്യൻ വാർ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് തുടക്കം കുറിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളായ സ്പാർട്ട, ഏതൻസിനൊക്കെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ വർക്കിന്റെ തുടക്ക ഭാഗത്ത് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോ ഹെറഡോട്ടസ് എന്തിനെ പറ്റിയിട്ടാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതൻസ്, സ്പാർട്ട വാറുകളെ പറ്റിയിട്ടാണ്. അത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റുകളാണ് 5th സെഞ്ചുറി BC-യിൽ. ആൻഡ് ഹെറഡോട്ടസിനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് ആദ്യമായിട്ട് അഡ്രസ് ചെയ്യുന്നത് ആരാണ്? റോമൻ റൈറ്റർ ആയിട്ടുള്ള സിസേറോ ആണ് അദ്ദേഹത്തെ അങ്ങനെ അഡ്രസ് ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹം ഹെറഡോട്ടസ് ജനിക്കുന്നത് ഹലിക്കാർണസസ് എന്ന് പറയുന്ന ടർക്കിയിലെ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. 484 BC-യിലാണ്. ഇനി നമ്മൾ ഈ ഏതൻസ് ആൻഡ് സ്പാർട്ടിയൻ വാറിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഏതൻസ് സ്പാർട്ട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കുറച്ചുകൂടി വളരെ വിപുലമായ രീതിയിൽ മെൻഷൻ ചെയ്യുന്ന ഒരു വർക്ക് ഉണ്ട്. അതാണ് പെൽപ്പനോസിയൻ വാർ എന്ന് പറയുന്നത്. ഇതിന്റെ ഓതർ എന്ന് പറയുന്നത് തൂസിഡൈറ്റ്സ് ആണ്. തൂസിഡൈറ്റ്സ് ഹെറഡോട്ടസിന്റെ കണ്ടംപററി തന്നെയാണ്. ഇപ്പം ഹെറഡോട്ടസിനെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നെങ്കിൽ തൂസിഡൈറ്റ്സിനെ നമ്മൾ ഫാദർ ഓഫ് മോഡേൺ ഹിസ്റ്ററി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കാണ് ഇപ്പം പറഞ്ഞ പെൽപ്പനോസിയൻ വാർ എന്ന് പറയുന്നത്. 424 BC-യിൽ അദ്ദേഹം എഴുതപ്പെടുന്ന വർക്കാണ്. അതിലാണ് ഈ ഏതൻസും സ്പാർട്ടയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. അത് ആര് പറഞ്ഞു, അല്ലെങ്കിൽ എന്തിനെ പറ്റി പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് കൊട്ടേഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഇത്തവണ 2-ൽ 3-ൽ കൂടുതൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. The craving for an interpretation of history is so deep rooted that unless we have a constructive outlook over the past, we are drawn either to mysticism or to cynicism. അപ്പോൾ ഇത് ഹിസ്റ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഇതൊരു കൈൻഡ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കാവുന്ന, അതിനോട് ആ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ എന്തിനെ പറ്റിയിട്ടാണ് ഇത് ബേസിക്കലി ഒരു കൊട്ടേഷനിൽ പറയുന്നത്? ഇന്റർപ്രിട്ടേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ ഇന്റർപ്രിട്ടേഷന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് EH കാറിന്റെ വർക്കിൽ കൃത്യമായിട്ട് ഹിസ്റ്ററിയിലെ ഇന്റർപ്രിട്ടേഷൻ ഇമ്പോർട്ടൻസും പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന എന്താണ്? ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പാണ് ഹിസ്റ്ററി സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അത് ഈ ഇന്റർപ്രിട്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിന്റെ അവസ്ഥ എന്താണ്? അതൊരു പ്രോപ്പർ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി അല്ല അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അത് നമ്മളെ എന്തിലേക്കാണ് എത്തിക്കുന്നത്? മിസ്റ്റിസിസം അല്ലെങ്കിൽ സിനിസിസം. അതായത് വെറുതെ എന്തോ നമ്മള് ഒരു ബന്ധവുമില്ലാത്ത, ഫാക്ട് അല്ലാത്ത ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത്, മിസ്റ്റിക്കൽ കൈൻഡ് ഓഫ് എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നേന്നുണ്ടാവുള്ളൂ. നമുക്ക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന കാര്യം അവിടെ ഹിസ്റ്ററിയിൽ ആവശ്യമാണ്. കാരണം ഇന്റർപ്രിറ്റ് ചെയ്യുന്നില്ല എന്താ? വാട്ട്, വേർ, വെൻ, വൈ, ഇതിനൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കുകയാണ് ഇന്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ ഉത്തരമായാലേ അതൊരു ഹിസ്റ്ററി ആവുകയുള്ളൂ. നമുക്ക് അവിടെ ടൈം ആൻഡ് സ്പേസ് വരണം. ഇതൊന്നും ഇല്ലെങ്കിൽ കൃത്യമായി നമ്മൾ കൊണ്ടുവരുന്ന സാധനം എന്താണ്? അതൊരു മിസ്റ്റിക്കൽ തിങ് ആയിട്ട് മാറും. അപ്പോൾ നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക് ആണ് ഇവിടെ വേണ്ടുന്നത്. കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക് എന്താണ്? ബേസിക്കലി ഇന്റർപ്രിട്ടേഷൻ ആണ്. നമ്മളൊരു ഫാക്ടിനെ ഇന്റർപ്രിറ്റ് ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാക്ടിന് എക്സിസ്റ്റൻസ് ഇല്ലെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കോട്ട് പറഞ്ഞത് ആരാണ് എന്നൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടെടുക്കേണ്ടത്. എന്താണ്? ഇറ്റ്സ് എ എക്സ്പ്രഷൻ ഓൺ ഹിസ്റ്ററി ബൈ ഡേവിഡ് ഹ്യൂം. Reflects the opinion of Marxist historians. Opinion of F. Poweick on the issue of interpretation of history is a quote used by E.H. Carr. It insists a constructive outlook towards the past. നോക്കൂ, നമുക്ക് ഇതിൽ നിന്നും എടുക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോട്ട് യൂസ്ഡ് ബൈ EH കാർ. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, EH കാറിന്റെ വർക്കില് കൃത്യമായിട്ട് വാട്ട് ഈസ് ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താ ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് EH കാറിന്റെ ഒരു കോട്ടായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ആൻഡ് അപ്പോൾ നമ്മൾ D എടുക്കുകയാണ്. അപ്പൊ നമ്മൾ D എടുക്കുമ്പോൾ ഈ ഓപ്ഷൻ 2 മാത്രമാണ് നമുക്ക് D ആയിട്ട്
ഓപ്ഷൻ 2-ലും വരുന്നുണ്ട്, ഓപ്ഷൻ 4-ലും വരുന്നുണ്ട് എന്ത്, ഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 1ഉം 3ഉം എലിമിനേറ്റ് ചെയ്ത് 2ഉം 4ഉം കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ 2-ലും ഇ വരുന്നുണ്ട്. അപ്പോൾ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാം. എന്നാണ്, ഇറ്റ് ഇൻസിസ്റ്റ് എ കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് ദ പാസ്റ്റ്. ഓക്കെ, അതും ശരിയാണ്. ഇനി നമുക്ക് ബാക്കി 3 ഓപ്ഷൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് താഴെ തന്നെ പോവാം. ഇതൊരു ഒപ്പീനിയൻ ആണ് ആരുടെ, എഫ് വൈക്കിന്റെ ഇഷ്യൂ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അപ്പോൾ അത് ശരിയാണ്, ഇന്റർപ്രിട്ടേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ഏത് കൺസിഡർ ചെയ്യണം, സി ഡി ഇ കൺസിഡർ ചെയ്യേണ്ടി വരും. ആൻഡ് ബാക്കി രണ്ടെണ്ണം നമുക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ അത് പെടുത്താവോ എന്നൊക്കെ നോക്കാം. ഇത് ഹിസ്റ്ററിനെ പറ്റിയിട്ട് ഡേവിഡ് ഹ്യൂമന്റെ ഒരു അഭിപ്രായം എന്നാണ് പറയുന്നത്. ഡേവിഡ് ഹ്യൂമൻ എന്നൊക്കെ പറയുമ്പോൾ ലേറ്റർ പീരീഡിൽ വന്ന ഹിസ്റ്റോറിയൻ. അദ്ദേഹം കൂടുതൽ സബാൾട്ടേൺ സ്റ്റഡീസിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ല, അദ്ദേഹത്തെ ഒഴിവാക്കാം. പിന്നെ റിഫ്ലക്ട്സ് ദ ഒപ്പീനിയൻ ഓഫ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിനെയും നമുക്ക് ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ ഏരിയയിലേക്ക് അങ്ങനെ കൊണ്ടുവരേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും നമുക്ക് ഒരു പ്രിഫറൻസ് കൊടുക്കേണ്ടതല്ല. അപ്പൊ നമുക്ക് എയും ബിയും കൺസിഡർ ചെയ്യേണ്ടത് ആവശ്യമില്ല. കൂടുതലും നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് സി ഡി ഇക്കാണ്. അപ്പൊ നമ്മൾ ആ ഓപ്ഷൻ എടുക്കുന്നു, രണ്ടാമത്തെ ഓപ്ഷൻ സി ഡി ഇ അത് തന്നെയാണ് നമുക്ക് ഉത്തരം വന്നിരിക്കുന്നത്. അത് എഫ് പൊവൈക്കിന്റെ ഒരു ഒപ്പീനിയൻ കൂടിയാണ്. ഇത് എച്ച് കാറിന്റെ വർക്കിൽ നമുക്ക് ഈ കോട്ട് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ എച്ച് കാറിന്റെ വർക്കിലേക്ക് ഈ ഇന്റർപ്രിട്ടേഷനെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ ഇവിടെ നിന്നും ആഡ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇന്റർപ്രിട്ടേഷനെ കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. അതായത് ഹിസ്റ്ററി ഹാസ് ബീൻ കോൾഡ് എ ഹാർഡ് കോർ ഓഫ് ഫാക്ട്സ് സറൗണ്ടഡ് ബൈ എ പൾപ്പ് ഓഫ് ഡിസ്പ്യൂട്ടബിൾ ഇന്റർപ്രിട്ടേഷൻ. Without interpretation, the pulpy part of the fruit, there is no meaning, only disconnected fact. അതായത് ഇദ്ദേഹം പറയുന്നത് ഇതൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൻഡ് അതിന്റെ ഒരു പൾപ്പ് എന്ന് പറയുന്ന സാധനമാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പൾപ്പി പാർട്ട് എന്ന് പറയുന്നത് ഫാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന ബേസിക് ഐഡിയ ആണ്. ആ പൾപ്പി പാർട്ട് ഓഫ് ദ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ഇല്ലാതെ നിൽക്കുകയില്ല. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത് അതിന് ജീവൻ കൊടുക്കുന്നത് ഹിസ്റ്റോറിയനും അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷനുമാണ്. അല്ലെങ്കിൽ ഒരു ഫാക്ടിന് നിലനിൽപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഹാർഡ് കോർ ഓഫ് ഫാക്ടുകളെ നിലനിർത്തണമെങ്കിൽ അവിടെ ഇന്റർപ്രിട്ടേഷൻ വേണം. അതായത് ഡിസ്പ്യൂട്ടബിൾ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫാക്ട് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഫാക്ട് എന്ന് പറയുന്നത് മീനിങ് ഇല്ലാത്ത ഡിസ്കണക്റ്റഡ് ഫാക്ട് മാത്രമായിരിക്കും. അതിനൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ പൾപ്പി പാർട്ട് ഓഫ് ദ ഫ്രൂട്ട്, അതായത് ഹിസ്റ്ററിയുടെ പൾപ്പി പാർട്ടായിട്ടുള്ള ഫാക്ടുകൾ നിൽക്കണമെങ്കിൽ എന്ത് വേണം, ഇന്റർപ്രിട്ടേഷൻ വേണം. ഓക്കെ, അപ്പോൾ ഈ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് പാസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവ് ഔട്ട്ലുക്കുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which among us the following was the most important center of manufacture of saltpetre during the early colonial rule? അതായത് ഏർലി കൊളോണിയൽ റൂളിന്റെ സമയത്ത് സാൾട്ട് പീറ്ററിന്റെ പ്രധാനപ്പെട്ട അതിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചർ സെന്റർ ഇതിലേതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈസൂർ, നോർത്ത് സർക്കിൾ, ബീഹാർ ആൻഡ് ബംഗാൾ. ഇതില് ആൻസർ ഏതായിരിക്കും വരുന്നത്? നമുക്ക് സാൾട്ട് പീറ്ററെ എന്ന് പറയുമ്പോൾ സാൾട്ട് ആണ്, കൈൻഡ് ഓഫ് സാൾട്ട് ആണത്. അപ്പോൾ നമുക്ക് സാൾട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സീ ഏരിയകളിലേക്കൊക്കെ കണക്ട് ചെയ്യാവുന്നതാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്നും ബംഗാളോ ബീഹാറോ കൺസിഡർ ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഉത്തരം കറക്റ്റ് ഏതാന്ന് നോക്കാം. ബീഹാർ ആണ്. അതായത് ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ഏർലി കൊളോണിയൽ പീരീഡിൽ സാൾട്ട് പീറ്ററെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണാം. സാൾട്ട് പീറ്ററിന്റെ മാനുഫാക്ചറിങ് സെന്റർ ഉണ്ട്. ആൻഡ് അതിന്റെ ഒരു സാൾട്ട് പീറ്റർ എങ്ങനെ ഇരിക്കും കാണാൻ എന്നുള്ളത് ഇവിടെ കാണാം. ഇതൊരു കൈൻഡ് ഓഫ് സോൾട്ട് ആണ്, അതായത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. ഇത് ഉപയോഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ധാരാളമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്? കാരണം ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പ്ലോസീവ്സ്. ഇപ്പോ നമ്മള് ഈ വെടി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ സോൾട്ട് പീറ്റർ ഉപയോഗിച്ചിരുന്നു. ആൻഡ് മീറ്റ് ക്യൂറി,
ഫെർട്ടിലൈസ് ക്രോപ്സ്, ടു കൂൾ ബിവറേജസ്, ഈ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായും സാൾട്ട്, പീട്രേറ്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനമായിട്ടും ഏരിയാസ് ഓഫ് ഗ്രേറ്റസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബീഹാറും വെസ്റ്റ് ബംഗാളും ഒക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഇൻ ഇൻഡസ് വാലി എക്സ്കവേഷൻസ് ബിലോങ് ടു. അപ്പോൾ ഇൻഡസ് വാലി എക്സ്കവേഷനിൽ കാണുന്ന ഡാൻസിങ് ഗേൾ ആരാണ്? അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എ Chalcolithic period, B an example metallurgy of times, an example of aesthetics, copper age and Paleolithic age. ഇതിൽ നിന്ന് നമുക്ക് ആദ്യം എലിമിനേറ്റ്, അതായത് ഓപ്ഷൻ ഇ പാലിയോലിത്തിക് ടൈംസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതായത് പാലിയോലിത്തിക് ടൈംസിലല്ല ഈ ഡാൻസിങ്ങുകളിനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചൽക്കോലിത്തിക് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് ഏജിലാണ് ഈ ഒരു ഇൻഡസ് വാലി നിൽക്കുന്നത്. ആ ഒരു ടൈമിലാണ് ഡാൻസിങ്ങുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഇ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. അതായത് 1 കളയാം, 2 പറ്റില്ല, 3 കളയാം, 4 കളയാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ 2 ആൻസറിലേക്ക് വരാം. അതായത് നമ്മൾ കുറച്ചുകൂടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ബാക്കി ഓപ്ഷൻസ് നോക്കൂ. ചൽക്കോലിത്തിക് പീരീഡ്, അതെ ചൽക്കോലിത്തിക് പീരീഡിലാണ് ഈ ഒരു ഡാൻസിങ് ഗേളിനെ നമുക്ക് കാണപ്പെടുന്നത്. ഇതൊരു മെറ്റലാർജി ആണ്. മെറ്റലാർജിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. കാരണം അവർക്ക് മെറ്റൽ കാസ്റ്റിംഗ് അറിയാമെന്നാണ് ആ ഒരു ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ എസ്തെറ്റിക് സെൻസിനെയാണ് കാണിക്കുന്നത്. ആൻഡ് അതും കോപ്പർ ഏജിൽ പെടുന്ന ഒരു പീരീഡ് ആണ് ആൻഡ് ഒരു ഇമേജ് ആണ് അല്ലെങ്കിൽ ഒരു ഫിഗർ ആണ് ആ ഒരു ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ടും ഈ ഒരു ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ കാണാം നമുക്ക് ഡാൻസിങ് ഗേളിന്. ഇതുപോലെ ധാരാളം ഫിഗറുകൾ, വളരെ യൂണിക് ആയിട്ടുള്ള ഫിഗേഴ്സ് ഹരപ്പിൽ നിന്ന് കണ്ടുകിട്ടുന്നുണ്ട്. ആൻഡ് ഹരപ്പൻ സൈറ്റുകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അറിഞ്ഞു വെക്കുക. ആരാണ് ആ സൈറ്റൊക്കെ എക്സ്കവേറ്റ് ചെയ്തതെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തു. ഇതിന് ആൻസർ ഒന്നും നമുക്ക് പറയാനില്ല. കാരണം വളരെ ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ നിറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് സൈറ്റുകൾ തന്നിട്ടുണ്ട്. ആൻഡ് അവിടെ വേറെ ഇവിടെ അങ്ങോട്ട് കണക്റ്റഡ് അല്ലാത്ത ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ലിസ്റ്റ് 2-ലും തന്നിട്ടുണ്ട്. അപ്പോ നമുക്കിത് ആൻസർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. പറ്റും, പക്ഷെ ആകെ പാടെ ക്ലാഷ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഓപ്ഷൻ Portuguese Viceroy of Goa sends Antonio Cabral as an ambassador to Akbar's court. Completion of Humayun's mausoleum at Delhi, death of Rani Durgavati, death of Raja Todarmal, the Battle of Haldigadi is fought between Maharana Pratap and Mughal army. Okay. ഇതപ്പോ മുഗൾ പീരീഡില് നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിന്റെ ഒരു ഓർഡർ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇത് കുറച്ചുകൂടി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് അക്ബറിന്റെ പീരീഡിലാണ്. കാരണം ടോഡർമാള് അക്ബറിന്റെ മിനിസ്റ്റർ ആയിട്ടാണ് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് പോർച്ചുഗീസ് വൈസ്രോയി വരുന്നത് അക്ബറിന്റെ സമയത്താണ്. അതുപോലെ ബാറ്റിൽ ഓഫ് ഹാൽദിഗഡി ബിറ്റ്വീൻ മഹാറാണ പ്രതാപും അക്ബറിന്റെ ഫോഴ്സസും തമ്മിലാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു അക്ബറിന്റെ ടൈമിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഇത് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് റാണി ദുർഗാവതിന്റെ ഡെത്ത് ആണ് ആദ്യം വരുന്നത്. അതായത് ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 CBEAD ആണ്. അപ്പൊ നമുക്കിത് കറക്റ്റ് ഇയർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് വന്നതെന്ന് നോക്കാം. അതായത് റാണി ദുർഗാവതി മരിക്കുന്നത് 24 ജൂൺ 1564 ആൻഡ് ഹുമയൂണിന്റെ മൊസോളിയം ആണ് രണ്ടാമത് വരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 1572 ബാറ്റിൽ ഓഫ് ഹാൽദിഗഡി നടക്കുന്നത് 18 ജൂൺ 1576 ആൻഡ് പോർച്ചുഗീസ് വൈസ്രോയി അക്ബറിന്റെ കോർട്ടിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് വരുന്നപ്പോഴാണ് മാർച്ച് 1573 ആൻഡ് രാജ ടോഡർമാൾ മരിക്കുന്നത് എപ്പോഴാണ് 8 നവംബർ 1589.
അപ്പൊ നമുക്ക് ഇയർ കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഇതൊക്കെ ഏകദേശം ആദ്യം ഏത് നടന്നത്, അവസാനം ഏതൊക്കെയാ നടന്നത് എന്നുള്ള ഒരു ഫെയർ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് റാണി ദുർഗാവതിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ എന്താണ് ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് ഹിസ്റ്റോറിക്കൽ ലീഡേഴ്സ് ഫിഗേഴ്സിനൊക്കെ എടുത്തിട്ട് അവരുടെ ഇമ്പോർട്ടൻസും അവരുടെ വാലറൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഇവിടെ റാണി ദുർഗാവതി എന്ന് പറയുന്നത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന, അതായത് ഇന്ത്യൻ വിമന്റെ എംപവർമെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു റാണിയാണ് റാണി ദുർഗാവതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഓപ്ഷനിൽ ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ആൻസർ വരുന്നതാണ് റാണി ദുർഗാവതി. കാരണം റാണി ദുർഗാവതി മരിക്കുന്നത് 1500 കറക്റ്റ് വർഷം 1564 അത് തന്നെയാണ് റാണിന്റെ റെയിനിങ് പീരീഡിന്റെ അവസാനം എന്ന് പറയുന്നത്. റാണി അക്ബറുമായിട്ടുള്ള ഫൈറ്റിലാണ്, അതായത് അക്ബറിന്റെ ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫോർട്ട് ചെയ്തിട്ടാണ് മരിക്കുന്നത്. ആൻഡ് അങ്ങനെ ധാരാളം മുഗൾസിനൊക്കെ എതിരെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ള റൂളറാണ് റാണി ദുർഗാവതി എന്ന് പറയുന്നത്. അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാറ്റിൽ ഓഫ് നറൈ എന്ന് പറഞ്ഞിട്ട് റാണി ദുർഗാവതിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബാറ്റിലാണ്. ആൻഡ് കിങ്ഡം ഓഫ് ഗോണ്ട്വാനയാണ് റാണി ദുർഗാവതി ഭരിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ഹാൽദിഗേഡി എന്ന് പറയുന്നത് 1576 ജൂൺ 18 നടന്നിട്ടുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു. അപ്പൊ ഇതിൽ വരുന്നത് മേവാർ സ്റ്റേറ്റ് റൂളർ ആയിട്ടുള്ള മഹാറാണ പ്രതാപും ആൻഡ് രാജ മാൻസിംഗ് ഓഫ് അംബർ, അതായത് അക്ബറിന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഫോഴ്സിന്റെ ലീഡറുമായിരുന്നു. അപ്പൊ ഇവര് തമ്മിലാണ് ഈ ഒരു ബാറ്റിൽ നടക്കുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? അക്ബറിന്റെ രജപുത് പോളിസിന്റെ ഭാഗമാണ്. രജപുത് പോളിസിന്റെ ഭാഗമായിട്ട് അക്ബർ ഭൂരിഭാഗം രജപുത്താന സ്റ്റേറ്റ്സിനെയും അക്ബറിന്റെ കീഴിലാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് മേവാറിനെ മാത്രം അദ്ദേഹത്തിന്റെ ആ ഒരു പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു ബാറ്റില് വരുന്നത്. ആൻഡ് അതിന്റെയൊക്കെ ഭാഗമായിട്ട് അതിനൊക്കെ മുന്നോടിയായിട്ട് സീജ് ഓഫ് ചിറ്റഗോർ നടക്കുന്നുണ്ട്. ഈ സീജ് ഓഫ് ചിറ്റഗോറിനെ നടന്നതിന്റെ ഭാഗമായിട്ട് മുഗൾസ് കുറെ ടെറിട്ടറീസ് അവരെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ തിരിച്ചു കിട്ടാനൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് മഹാറാണ പ്രതാപ് മുഗൾസിനെതിരെ ബാറ്റില് ഈ ഒരു ഹാൽദിഗഡിയിൽ വെച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാറ്റിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുക. ആരൊക്കെ തമ്മിലാണ്? മഹാറാണ പ്രതാപ് ഓഫ് മേവാർ അക്ബറിന്റെ ഫോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, പ്രത്യേകിച്ചും രാജ മാൻസിംഗ് ഓഫ് അംബർ ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഹുമയൂണിന്റെ മസോളിയം നിങ്ങൾക്ക് കാണാം. ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഹാജി ബീഗം അല്ലെങ്കിൽ ബെഗ ബീഗം ആണ്. ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് 1565-1572 പീരീഡിലാണ്. 1993 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഉണ്ട്. ഇതിന്റെ ചീഫ് ആർക്കിടെക്ട് എന്ന് പറയുന്നത് മിർസ ഗിയാദ് ആണ്. ഓക്കെ, ഇത്രയും അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഓർത്തു വെക്കുക. ആൻഡ് അടുത്തത് തഗ്ഗി ആക്ടിനെ പറ്റിയിട്ടാണ്. തഗ്ഗി ആക്ട് ഓഫ് 1836 എന്താണ് പറയുന്നത്? ആൻഡ് അവിടെ ഒരു തഗ്ഗി ഡിപ്പാർട്ട്മെന്റും വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു കൊട്ടേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാണ് ഈ ഒരു തഗ്ഗി ആക്ടും തഗ്ഗി ഡിപ്പാർട്ട്മെന്റ് were simply aiming at policing and prosecuting gangs seen as perpetrating a crime in the name of religion. അതായത് തഗ്ഗി ആക്ടും തഗ്ഗി ഡിപ്പാർട്ട്മെന്റും 1836 കൂടിയൊക്കെ വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്? അതായത് റിലീജിയന്റെ പേരില് ക്രൈമുകൾ ചെയ്യുന്നവര്, ഗ്യാങ്ങുകള്, അവരെ കൃത്യമായിട്ട് പോലീസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ കൃത്യമായി ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തഗ്ഗി ആക്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ഇത് കുറെ കൂടെ വെസ്റ്റേൺ സെൻട്രൽ ഇന്ത്യ, നോർത്ത് ഇന്ത്യ ആ ഭാഗത്തൊക്കെയാണ് ഇത് കുറച്ചുകൂടി ഈ ഭയങ്കര കാര്യമായ രീതിയിൽ ആ സമയത്ത് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഡാക്കോയിറ്റ് ഒക്കെ നടത്തുന്ന കുറെ ട്രൈബൽ ആൻഡ് ലോക്കൽ പീപ്പിളിനെയൊക്കെ ഇവര് എന്താണ് ഈ വിചാരണ ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ട് പ്രകാരം. നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. ആൻഡ് ഇതൊരു ഇറ്റ് വാസ് എ കൊളോണിയൽ കൺസ്ട്രക്ട് ടു ബ്രാൻഡ് വേരിയസ് പെരിപ്പാറ്ററ്റിക് ഗ്രൂപ്സ് ആസ് thugs. The British considered actions against was an act of social reform. Sir William Sleeman was the architect of the campaign against thugging.
Confessions of a Thug is authored by Mike Dash. Thuggy is authored by സർ വില്യം സ്ലീമൻ. അപ്പൊ നമ്മൾ ഇത്തരത്തില് വർക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്താണ് സംശയത്തോടു കൂടി നോക്കേണ്ട സ്റ്റേറ്റ്മെന്റുകളായിരിക്കും. ചിലപ്പോൾ വർക്കുകളും ഇയറുകളും ഇങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകളായിട്ട് തരുമ്പോൾ നമ്മളത് വളരെയധികം റീകൺസിഡർ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റുകളായിരിക്കാം. നമ്മൾ ഇവിടെ അതിനു മുമ്പ് മുന്നത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു കൊളോണിയൽ കൺസ്ട്രക്ട് ആണ് ടു ബ്രാൻഡ് വേരിയസ് പെരിപ്പാറ്ററ്റിക് ഗ്രൂപ്പ്സ് ആസ് എ തഗ്സ് എന്ന് പറയുന്നു. അത് നമുക്ക് ശരിയാണെന്ന് കൺസിഡർ ചെയ്യാം. കാരണം ഇത് കൊളോണിയൽ കൺസ്ട്രക്ട് തന്നെയാണ്. കുറെ ഗ്രൂപ്പുകളെ, അതായത് നമ്മളെ നേറ്റീവ്സിനെ കൺട്രോൾ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവരുന്ന കുറെ പ്രോഗ്രാംസിന്റെ ഭാഗമാണ് ഈ ഒരു തഗി ആക്ട് എന്നും പറയുന്നത്. ആൻഡ് അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1ഉം 3ഉം കൺസിഡർ ചെയ്യാം, ബാക്കി 2ഉം 4ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഇതില് 2ഉം 3ഉം എടുക്കുമ്പോൾ നമുക്ക് അത് 2ലും സി വരുന്നുണ്ട്. എന്താണ്? സർ വില്യം സ്ലീമാൻ വാസ് ദ ആർക്കിടെക്ട് ഓഫ് ദ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് തഗി. അപ്പൊ നമുക്കത് ഒരു സംശയം കൂടാതെ എടുക്കാം. കാരണം നമ്മൾ റിസർവ് ചെയ്ത് വെച്ച 2ലും ആ സി വരുന്നുണ്ട്. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് ബി ഓർ ഡി ആണ് വരുന്നത്. ആൻഡ് ഇ നമ്മൾ എടുത്ത ഓപ്ഷനിലേ വരുന്നില്ല. അപ്പൊ അത് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ബി എടുക്കുകയാണെങ്കിൽ എന്താണ്? ദ ബ്രിട്ടീഷ് കൺസിഡർ ആക്ഷൻസ് അഗെയിൻസ്റ്റ് വാസ് ആൻ ആക്ട് ഓഫ് സോഷ്യൽ റീഫോം. അപ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സോഷ്യൽ റീഫോമിന്റെ ഭാഗം എന്നായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് അങ്ങനെയാക്കി എടുക്കാം ആദ്യം. ആൻഡ് കൺഫെഷൻസ് ഓഫ് തഗ് ഓതർഡ് ബൈ മൈക്ക് ഡാഷ്, നമുക്കതൊരു അറിയില്ല. അപ്പൊ നമ്മള് കുറച്ചുകൂടി നമുക്ക് എടുക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു എ ബി സി എന്നുള്ള ഓപ്ഷനാണ്. അതായത് 3ാമത്തെ ഓപ്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് അത് തന്നെയാണോ ആൻസർ വരുന്നത് നോക്കാം. അതാണ് ABC ആണോ ആൻസർ ചെയ്യുന്നത്, അതായത് 3ാമത്തെ ഓപ്ഷൻ. എന്താണ്? ഇതൊരു തഗി ഡിപ്പാർട്ട്മെന്റും തഗി ആക്ടും കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എയിമിംഗ് അറ്റ് പോലീസിങ് ആൻഡ് പ്രോസിക്യൂട്ടിങ് ഗാങ് സീൻ ആസ് പെർപെട്രേറ്റിംഗ് എ ക്രൈം ഇൻ ദ നെയിം ഓഫ് എ റിലീജിയൻ. അതായത് എന്തൊക്കെ കൈൻഡ് ഓഫ് ക്രൈമുകളാണ്? റിച്വലൈസ്ഡ് മർഡർ, മ്യൂട്ടിലേഷൻ, റോബറി, ഇതിനൊക്കെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരെ ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തഗി ആക്ട് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവരെ ഡാക്കോയിറ്റ് ചെയ്യുക, ബാൻഡിട്രി ചെയ്യുക, ഇതിനൊക്കെ തന്നെ ഔട്ട്ലോ ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്യുന്നവരെന്നാണ് കൃത്യമായി ഇവര് പ്രോസിക്യൂട്ട് ചെയ്തിരുന്നെന്നാണ് പറയുന്നത്. ആൻഡ് ഇത് സ്ലീമാൻ ആണ് ഈ ഒരു ആക്ട് കൊണ്ടുവരുന്നത്. It was a colonial construct to brand the various peripatetic groups as thugs. The British considered actions against was an act of social reform. Sir William Sleeman was the architect of the campaign against Thuggy. അപ്പോൾ ഈ തഗി ആക്ട് എന്താണെന്ന് കൃത്യമായിട്ടൊക്കെ പഠിച്ചു വെക്കാം. ഏതൊക്കെ ഏരിയകളിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അറിഞ്ഞു വെക്കാം. ഓക്കെ. ആൻഡ് അതുകൂടാതെ ധാരാളം ആക്ടുകളൊക്കെ ബ്രിട്ടീഷുകാർ അവരുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സുഭാഷ് ചന്ദ്രബോസ് ആർ കറക്റ്റ്? സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് തിരഞ്ഞെടുക്കാനാണ്. ഹി ഡിഫീറ്റഡ് പട്ടാഭി സീതാരാമയ്യ ഇൻ കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ അറ്റ് ത്രിപുരി കോൺഗ്രസ് ഇൻ 1939. Lennon thesis, the title of his speech delivered in absentia at London in 1933 at a political conference. He accompanied Deshabandhu Chittaranjan Das, അല്ലെങ്കിൽ C.R. Das, as his personal assistant to the Gaya Congress session of 1922. Indian Pilgrim is the title of his unfinished autobiography. He was a member of the Anushilan Samiti. ഓക്കെ, നമുക്ക് കുറെ കൂടെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് കാണാം. എന്താണ്? ഹി ഡിഫീറ്റഡ് പട്ടാഭി സീതാരാമയ്യ ഇൻ ദ കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ അറ്റ് ത്രിപുരി കോൺഗ്രസ് ഇൻ 1939. വളരെ എന്താണ് ശ്രദ്ധ ആകർഷിക്കുന്ന അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു 1939 ത്രിപുരി കോൺഗ്രസ്. അതില് പട്ടാഭി സീതാരാമയ്യനെ കാൻഡിഡേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ആൻഡ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് നിൽക്കുന്നത്. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. അതില് സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയിക്കുന്നത്, പട്ടാഭി സീതാരാമൻ തോക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് എ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 ഓപ്ഷനിൽ എ ഉണ്ട്. അങ്ങനെയെങ്കിൽ 4ാമത്തെ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ആൻഡ് നമുക്ക്
ബാക്കി എല്ലാ ഓപ്ഷനിലും നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ബാക്കി 3 ഓപ്ഷനിലും നമുക്ക് എന്താണ് ബി കാണാം. അതായത് ലണ്ടൻ തീസിസ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ അബ്സെൻഷ്യയിൽ അദ്ദേഹം ലണ്ടനിൽ പ്രസന്റ് ചെയ്യപ്പെടുന്ന ഒരു തീസിസ് ആണ്. അപ്പം അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് അടുത്തത് എന്താണ് സിയും ഡിയും ഇയും ഉണ്ടോ എന്നാണ്. നമുക്ക് സി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ CR ദാസിന് അദ്ദേഹം അസിസ്റ്റന്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. CR ദാസ് ആരാണ്? അദ്ദേഹത്തിന്റെ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് പിന്നെ പൊളിറ്റിക്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നാണ്. ഹി അക്കമ്പനീഡ് ദേശബന്ധു ചിത്തരഞ്ജൻ ദാസ് ആസ് ഹിസ് പേഴ്സണൽ അസിസ്റ്റന്റ് ടു ഗയ കോൺഗ്രസ് സെഷൻ 1922. നമ്മൾ സി എടുത്തു. അതായത് നമ്മൾ എ ബി സിയും കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ് 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1 3 നമുക്ക് എടുക്കാം. ഇനി ഡി ആണോ ഇ ആണോ? ഓക്കെ ഇ വരില്ല. അദ്ദേഹം അനുശീലൻ സമിതിയിലെ മെമ്പർ ആയിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ ക്യാൻസൽ ചെയ്യുകയാണ്. ആൻഡ് എന്താണ് നമ്മൾ ഈ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 ക്യാൻസൽ ചെയ്യാം. നമ്മൾ നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ABCD അതായത് 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ ABCD 3. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇദ്ദേഹം അനുശീലൻ സമിതിയിലെ മെമ്പർ അല്ല എന്നുള്ള ആ ഒരൊറ്റ ഫാക്ട് നമുക്കറിയാമെങ്കിൽ നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. കാരണം ഈ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പോകാവുന്നതാണ്. അതല്ല എങ്കിൽ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൺസിഡർ ചെയ്ത് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്നത്. അതൊരു അൺഫിനിഷ്ഡ് ഓട്ടോബയോഗ്രഫിയാണ്. അദ്ദേഹം അത് എഴുതാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ഈ ഓസ്ട്രിയയിലെ അദ്ദേഹത്തിന്റെ അവിടുത്തെ ആ ഒരു 10 ഡേയ്സ് സ്റ്റേയുടെ സമയത്താണ് അദ്ദേഹം 1937 ഇത് എഴുതാനായിട്ട് തുടങ്ങുന്നത്. ആൻഡ് അനുശീലൻ സമിതിയിൽ അദ്ദേഹം മെമ്പർ ആയിരുന്നില്ല. 1902 അനുശീലൻ സമിതി തുടങ്ങുന്നത്. അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് റെവല്യൂഷണറി ലീഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ബരീന്ദർ കുമാർ ഘോഷ്, ജതീന്ദ്രനാഥ് ബാനർജി ആൻഡ് പ്രമദാനന്ദ് മിത്ര, സർല ദേവി എന്നിങ്ങനെയുള്ള ലീഡേഴ്സ് ഒക്കെ ആയിരുന്നു. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Okay, what were the reasons behind the failure of Bahadur Shah to crush the Sikh uprisings under Banda Bahadur? The Sikh uprisings-നെ പറ്റിയിട്ടാണ്. അതായത് ബന്ദ ബഹദൂറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സിഖ് അപ്രൈസിങ്സിനെ അത് ആരുടെ സമയത്താണ്? ബഹദൂർ ഷാന്റെ സമയത്ത്. ബഹദൂർ ഷാ എന്ന് പറയുന്ന മുഗൾ റൂളറിന്റെ സമയത്ത് നടന്നിട്ടുള്ള ഈ ഒരു സിഖ് അപ്രൈസിങ്ങിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അത് ഫെയിലിയർ ആയി? ബഹദൂർ ഷാക്ക് അതിനെ കൃത്യമായി ക്രഷ് ചെയ്യാൻ പറ്റിയില്ല, അടിച്ചമർത്താൻ പറ്റിയില്ല എന്നുള്ള റീസൺസ് ആണ് ചോദിക്കുന്നത്. അതായത് ഒരു സമയത്ത് ഈ ബന്ദ ബഹദൂറിന്റെ ഈ അപ്രൈസിങ്സ് വളരെ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. ആദ്യമൊന്നും തന്നെ ബഹദൂർ ഷാക്ക് അത് ക്രഷ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ തകർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു തുടക്ക സമയത്ത് അതിനെ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്, അതിനെ തകർക്കാൻ പറ്റാതിരുന്നുള്ള റീസൺസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? Sikhs enjoyed the support of the local population. Sikhs made skillful use of the terrain and followed guerrilla mode of warfare. Mutual jealousy and quarrel of Mughal commanders. Weakness of the imperialists against the nature of the Sikh uprisings and the tactics. Bahadur Shah applied the law of exit after the death of Guru Gobind Singh, which rose a common people in revolt. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ബഹദൂർ ഷാക്ക് ബന്ദ ബഹദൂറിനെ അടിച്ചമർത്താൻ പറ്റില്ല എന്നുള്ള റീസൺ ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഏറ്റവും ജനറൽ ആയിട്ടുള്ള റീസൺ എടുക്കാവുന്ന എന്താണ്? മ്യൂച്വൽ ജലസി ഇൻ കോറൽ ഓഫ് മുഗൾ കമാൻഡേഴ്സ്. മുഗൾ കമാൻഡേഴ്സിന്റെ ഇടയിൽ അന്ന് ഒരു ചർച്ചയും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, അതായത് ഔറംഗസേബിന് ശേഷം വരുന്ന ധാരാളം റൂളേഴ്സ് ഒരു ചെറിയ സമയത്തിനുള്ളിൽ കടന്നു പോകുന്നുണ്ട്. കാരണം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഉള്ളിൽ തന്നെ ചർച്ചയില്ല. അപ്പൊ മുഗൾ കമാൻഡേഴ്സിന്റെ ആ ഒരു ക്വാറൽ, അവരുടെ മ്യൂച്വൽ ജലസി ഇത്തരത്തിലുള്ള അപ്രൈസിങ്സ് ഉണ്ടാവുന്നതിനും അത് ഉണ്ടായാൽ തന്നെ അതിനെ അടിച്ചമർത്താനും സാധിക്കാത്ത തരത്തിൽ അവരെ വീക്ക് ആക്കിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. അതായത് സി വരുന്നത് എവിടേക്കാണ്? 1 വരുന്നുണ്ട്, 2 വരുന്നില്ല, അത് ക്യാൻസൽ ചെയ്യാം. ആൻഡ് 3 4 വരുന്നുണ്ട്. ആൻഡ് ബാക്കി ഇടുകയാണെങ്കിൽ 1 3 4 വരുന്നു. ആൻഡ് 2 മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതില് സിക്കിന് എന്തുണ്ടായിരുന്നു?
ഓപ്ഷൻ എ നോക്കൂ, ദ എൻജോയ്ഡ് സപ്പോർട്ട് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ. അത് ശരിയാണ്, അവർക്ക് ലോക്കൽ പോപ്പുലേഷൻ ഉണ്ടായത് കൊണ്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എ എടുത്തു. എ ഇവിടെ ഓൾറെഡി നമുക്ക് ഓപ്ഷനിൽ എല്ലാത്തിലും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എ എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് നോക്കൂ, ബി നോക്കാവോ? ഗറില്ല വാർഫെയർ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതും അവരുടെ വിജയത്തിനും ആൻഡ് ബഹദൂർ വളരെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ബി എടുക്കാവുന്നതാണ്. അപ്പോൾ എയും ബിയും സിയും നമ്മൾ എടുത്തു. അപ്പോൾ എ ബി സി എടുത്തു. അപ്പോൾ നമ്മൾ എന്താണ് രണ്ടും ക്യാൻസലായി, 4ഉം ക്യാൻസലായി. ഇനി നമ്മുടെ കൺസിഡറേഷനിൽ 1ഉം 3ഉം ഓപ്ഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഡി വരുമോ ഇ വരുമോ? ഓക്കെ, ഇതില് ഡി ആണ് വരുന്നത്. എന്താണ് വീക്ക്നെസ് ഓഫ് ദി ഇംപീരിയലിസ്റ്റ് അഗെയിൻസ്റ്റ് ദ നേച്ചർ ഓഫ് ദി സിഖ് അപ്രൈസിംഗ്സ് ആൻഡ് ദ ടാക്ടിക്സ്. ഓക്കെ, ഇത് ഇപ്പൊ പറഞ്ഞ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി അവിടെ ആവർത്തിച്ച് പറഞ്ഞേ ഉള്ളൂ, അല്ലെങ്കിൽ സി ഓപ്ഷൻ ഒന്നുകൂടി വിപുലീകരിച്ചെന്നേ ഉള്ളൂ. ആൻഡ് ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ ഇതിലൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാത്തൊരു ഓപ്ഷൻ ആണ്. കാരണം ഈ എസ്റ്റാറ്റ് ലോ ഓഫ് എസ്റ്റാറ്റ് ബഹദൂർ ഷാ അവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എ ബി സി ഡി എടുക്കുകയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്, എ ബി സി ഡി. അതായത് ബന്ദ ബഹദൂറിന്റെ സിഖ് അപ്രൈസിങ്സ് ബഹദൂർ ഷാ റൂളർ ആയിരിക്കുന്ന സമയത്ത് നടക്കുന്നുണ്ട്. 1708 1715 ടൈമിലാണ് അത് നടക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന് ലോക്കൽ പോപ്പുലേഷന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ജാറ്റ്, സെമീൻദാസ്, പെസൻസ്, കാത്രീസ് ഇവരൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സിഖ് അവര് ആ സമയത്ത് ഗറില്ല മോഡ് ഓഫ് വാർഫെയർ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. മ്യൂച്വൽ ജലസിയും കോറൽ ഓഫ് മുഗൾ കമാൻഡേഴ്സും ഇതിനൊരു കാരണമായിരുന്നു. ആൻഡ് വീക്ക്നെസ് ഓഫ് ദി ഇംപീരിയലിസ്റ്റ് അഗെയിൻസ്റ്റ് ദ നേച്ചർ ഓഫ് സിഖ് അപ്രൈസിംഗ് ആൻഡ് ദ ടാക്ടിക്സ്. ഇംപീരിയലിസ്റ്റുകൾ ആ സമയത്ത് ഇംപീരിയലിസ്റ്റ് റൂൾ എന്ന് പറയുന്നത് വീക്ക് ആയിരുന്നു. ഇനി നമ്മളിവിടെ പറഞ്ഞു ലോ ഓഫ് എസ്റ്റേറ്റ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ലോ ഓഫ് എസ്റ്റേറ്റ് എന്താണെന്ന് ഇവിടെ നോക്കാം. ലോ ഓഫ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ സപ്തി എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ആ ഒരു മെഡീവൽ ടൈമിൽ സപ്തി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു മൻസബ്ദാറിന് നമുക്ക് കൃത്യമായ അസൈൻമെന്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ഒരു മൻസബ്ദാർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടി എംപറർ കോൺഫിസ്കേറ്റ് ചെയ്തെടുക്കും. ഇപ്പൊ സ്റ്റേറ്റ് ഇപ്പൊ ഒരാള് ഹെയർ ഇല്ലാതെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ് എന്താണ് ഏറ്റെടുക്കുന്ന പോലെയാണ്. മൻസബ്ദാർ മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ആരെടുക്കുന്നു? എംപറർ. അതിനെയാണ് ലോ ഓഫ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് എസ്റ്റേറ്റ് ബഹദൂർ ഷാ സഫർ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എ ബി സി ഡി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹു റോട്ട് ദാറ്റ് ഫാക്ടറീസ് കുഡ് for more effective than schools and colleges give a new birth to activities of nation. അതായത് ഒരു കോട്ടാണ് ഇത്. ആരാണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? അതായത് സ്കൂളുകളെക്കാട്ടിലും കോളേജിനെക്കാട്ടിലും ഫാക്ടറികൾക്ക് ഒരു നാഷന് വേണ്ടിയിട്ട്, ഒരു നാഷന്റെ ആക്ടിവിറ്റീസിൽ, ഒരു നാഷന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. അതിനെക്കാട്ടിലുപരി, അതായത് സ്കൂളും കോളേജുകൾക്കും ചെയ്യാൻ കഴിയുന്നതിനെക്കാട്ടിലുപരി കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ഫാക്ടറികൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതാരായിരിക്കും? ഒരു എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തില് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആളായിരിക്കണം. ഒരു എന്താണ് പൊളിറ്റിഷ്യൻ, അല്ലെങ്കിൽ അങ്ങനെ ആരായിരിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഓപ്ഷൻസ് നോക്കാം. ജി വി ജോഷി, എം ജി റാനഡെ, ദാദാഭായ് നവറോജി, എൻ ജി സുബ്രഹ്മണ്യ അയ്യർ. അപ്പൊ ദാദാഭായ് നവറോജിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ദാദാഭായ് നവറോജി എന്താണ്? ഇക്കണോമിക് ഡ്രെയിനെ പറ്റിയിട്ട് മാത്രമാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് ബ്രിട്ടീഷുകാര് നമ്മളിവിടെ നിന്ന് വെൽത്ത് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോയെന്നുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. പിന്നെ ഈ ജി സുബ്രഹ്മണ്യ അയ്യറും എം ജി റാനഡയും ജി വി ജോഷിയൊക്കെ ഇക്കോണമിയിലേക്ക് അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെ നേടാം എന്നൊക്കെ പറയുന്നവരാണ്. ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇതിൽ ആരാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? എം ജി റാനഡയാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അദ്ദേഹം നാസിക്കില് 1842 ജനിക്കുന്നത്. വെസ്റ്റേൺ ഇന്ത്യയിലെ റെനസൻസിന്റെ ഫാദർ എന്നാണ് എം ജി റാനഡ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ ആണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഫൗണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഇന്ത്യയിൽ പോവേർട്ടി ഉണ്ടാവാനുള്ള കാരണം ഈ ബ്രെയിനോ വെൽത്ത് ഒന്നുമല്ല,
അവിടെ അഗ്രികൾച്ചറിന്റെ പ്രീഡൊമിനൻസ് ആണ് ഇന്ത്യയിലെ പോവർട്ടിയുടെ ഒന്നാമത്തെ കാരണം. ആൻഡ് ഇൻഡസ്ട്രീസിന്റെ ബാക്ക്വേർഡ്നെസ് അതൊരു കാരണം. ആൻഡ് ഇവിടെ ക്യാപിറ്റലിന്റെ വളർച്ചയില്ല, പോസിറ്റീവ് ഓഫ് ക്യാപിറ്റൽ ആണ് ഇവിടെ, ഡിഫക്റ്റീവ് ലാൻഡ് പോളിസിയാണ്. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇന്ത്യയിലെ പോവർട്ടി ഉണ്ടാവുന്നതെന്നാണ് MG റാനഡെ പറയുന്നത്. ആൻഡ് എന്നിട്ട് ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം എന്താണ് നമ്മളോട് കൺവിൻസ് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇതിനെല്ലാം ഒരു മാർഗം എന്നാണ് പറയുന്നത്. അതായത് ഹോം ഇൻഡസ്ട്രീസിനെ നിർത്തിക്കൊണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനെ പ്രോത്സാഹിപ്പിക്കാനാണ് MG റാനഡെ ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, who among the following was associated with the Annals School of Historians? ഇത് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ആനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആനൽ സ്കൂളും ആൻഡ് അതെവിടെ എന്തായി ആൻഡ് അതിന്റെ ലീഡേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ ലൂസിയൻ ഫെബ്രെ, കാൾ മാർക്സ്, ലൂയിസ് ഡുമോണ്ട്, അർണോൾഡ് ടോയൻബി എന്നിവരൊക്കെയാണ് നമുക്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ലൂസിയൻ ഫെബ്രെ ആണ്. ഇദ്ദേഹമാണ് ആനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിന്റെ ഒരു ഫൗണ്ടിങ് മെമ്പർ എന്ന് പറയുന്നത്. ഇത് ഫ്രാൻസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ്. ലൂയിസ് ഫെബ്രെയും മാർക്ക് ബ്ലോക്കും കൂടിയിട്ടാണ് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു സ്കൂള് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് അവർ എഴുതിയിട്ടുള്ള ജേണലിൽ നിന്നുമാണ്. അതായത് ആനൽസ്, ഇക്കോണമി, സൊസൈറ്റി, സിവിലൈസേഷൻ എന്ന് പറയുന്ന ജേണലിലാണ് ഈ ഒരു സ്കൂളിന്റെ റൂട്ട്. അത് അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ആൻഡ് ഈ ഒരു ആനൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിന്റെ ബേസിക് ഐഡിയ എന്താണ്? അവർ പറയുന്നത് ഹിസ്റ്ററി വാസ് നോട്ട് ഓൺലി അബൌട്ട് ദ പൊളിറ്റിക്കൽ ഇവന്റ്സ്, കിങ്സ്, ഗ്രേറ്റ് ലീഡേഴ്സ്, പൊളിറ്റിക്സ്, ഡിപ്ലോമസി ആൻഡ് വാർസ്. പക്ഷെ എന്താണ്? ബട്ട് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ദ ക്ലൈമറ്റ്, local people, agriculture, trade, technology, means of communication, social divisions and their collective psychology, etc. in their historical times. അതായത് ഒരു നമ്മള് ചരിത്രം എന്ന് പറയുമ്പോൾ ആ ഒരു ചരിത്ര പീരീഡിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ ഇവന്റ്സോ അവിടുത്തെ രാജാക്കന്മാരോ അവിടുത്തെ ലീഡേഴ്സോ പൊളിറ്റിക്സോ ഡിപ്ലോമസി ഒന്നും മാത്രമല്ല അവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത്. അവരുടെ ക്ലൈമറ്റും അവിടുത്തെ സാധാരണ ആളുകളുടെ ജീവിതവും അവിടുത്തെ കൃഷിയും ട്രേഡും ടെക്നോളജിയും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്നെ, അവരുടെ കളക്റ്റീവ് സൈക്കോളജി, ഇതൊക്കെ തന്നെ എന്താണ്? ചരിത്രത്തിന്റെ ഭാഗമാണ്. അതും ചരിത്രത്തിൽ പഠിക്കേണ്ടതാണ്. അല്ലാതെ ഒരു രാജാവ്, ആ രാജാവിന്റെ ലീഡർഷിപ്പിൽ വരുന്ന ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങൾ, അവിടുത്തെ ഡിപ്ലോമസി, പൊളിറ്റിക്കൽ ഇവന്റ്സ് മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് ഈ ആനൽസ് പറയുന്നത്. ആൻഡ് ഈ ആനൽസ് ഹിസ്റ്റോറിയൻസ് മാർക്ക് ബ്ലോക്കും ലൂയിസ് ഫെബ്രെയും കൂടാതെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിയൻ ആണ് ഫെർഡിനാൻഡ് ബ്രോഡേൽ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ വർക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോ മാർക്ക് ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ദ റോയൽ ടച്ച്, ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി, ഫ്യൂഡൽ സൊസൈറ്റി എന്നിവ. ആൻഡ് ഫെർഡിനാൻഡ് ബ്രോഡേലിന്റെ വർക്കാണ് മെഡിറ്ററേനിയൻ ആൻഡ് ദ മെഡിറ്ററേനിയൻ വേൾഡ് ഇൻ ദ ഏജ് ഓഫ് ഫിലിപ്പ് സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓരോ സ്കൂളുകളും ഹിസ്റ്റോറിയോഗ്രാഫിന്റെ പല സ്കൂളുകൾ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പൗണ്ടേഴ്സും ആരാണെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും ഒരു കൊട്ടേഷൻ ആണ്. എന്താണ് പറയുന്നത്? I am associated with men who, though never seen by masses, are yet reverenced by them as gods and who feel every pulse of public feeling. ഇത് എന്താണ്? നമുക്ക് രാഷ്ട്രീയവുമായി ചേർത്ത് പറയാവുന്ന ഒരു കോട്ടാണ്. അതായത് രാഷ്ട്രീയത്തിൽ ആക്റ്റീവ് ആയിരുന്ന ആളുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയില് നാഷണൽ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് അതിൽ നേതൃത്വം കൊടുത്തിരുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത് ഏതോ ഒരു വ്യക്തി ലോർഡ് റിപ്പണോടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ പറയുന്ന വ്യക്തിക്ക് ചുറ്റും അല്ലെങ്കിൽ അയാള് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ആളുകള് എന്ന് പറയുന്നത് അവരെ ആളുകൾ ധാരാളമായി ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതായത് അവരെ ദൈവത്തിന് തുല്യമായി, ദൈവമായി കണ്ടുകൊണ്ട് തന്നെ ആരാധിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ ആളുകളൊന്നും ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന ഈ ആളുകളെ ജനങ്ങൾ കണ്ടിട്ടില്ല. അവരെ കണ്ടിട്ടില്ലെങ്കിലും ഈ ജനങ്ങൾ അവരെ ദൈവമായിട്ട് ആരാധിക്കുന്നു. ആൻഡ് ഈ പറയുന്ന ആളുകള്, അതായത് ജനങ്ങൾ ആരെയാണോ ദൈവമായി ആരാധിക്കുന്നത്, ഇവർക്ക് ജനങ്ങളുടെ ആ ഒരു പബ്ലിക് ഫീലിംഗിന്റെ കൃത്യമായി പൾസ് അറിയാം. അങ്ങനെയുള്ള ഇത്തരം ആളുകളോട്
ഇത്തരം ആളുകളോടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ആളുകളോടൊപ്പമാണ്. ആൻഡ് അപ്പോൾ എന്താണ്, മാസ് ലീഡേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് മാസസ് അവരുടെ ലീഡർഷിപ്പ് കൊടുക്കും, പക്ഷെ ആളുകൾ എല്ലാവരും തന്നെ ഈ ലീഡറിനെ കാണണമെന്നില്ല. അപ്പോ ഇത് ആര് ലോർഡ് റിപ്പണിനോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്? എ.ഒ. ഹ്യൂം ആണോ, ലജ്പത് റായ് ആണോ, ആർ പാംദത്ത് ആണോ, വെഡർബേൺ ആണോ? ഇതിന്റെ ആൻസർ വരുന്നത് എ.ഒ. ഹ്യൂം ആണ്. അതായത് എ.ഒ. ഹ്യൂം എന്ന് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ റിഫോമർ ആണ്. അദ്ദേഹം INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഫൗണ്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ആളല്ലേ ഇത് പറയുന്നത്. അതായത് ഇന്ത്യയിൽ ഈ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന പുറത്തു നിന്ന് ആരോ ആണ് ഇത് പറയുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ബേസിക് ധാരണ നമുക്ക് മനസ്സിലാവണം. ആൻഡ് ഇത് ഡിസംബർ 1883 അദ്ദേഹം റിപ്പണിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Among the following in the ascending correct chronology, arrange the following in the ascending chronological order. ഇപ്പോൾ ക്രൊണോളജിക്കൽ ഓർഡറിലാണ്. അപ്പൊ ഇവിടെ കുറെ കോൺസ്പിറസി കേസുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം സ്വദേശി മൂവ്മെന്റിനോടൊക്കെ ഭാഗമായിട്ട് അതിനും ശേഷമായിട്ട് ധാരാളം റെവല്യൂഷണറി എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസും അവരുടെ കുറെ മൂവ്മെന്റുകളും കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പല കോൺസ്പിറസി കേസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന്റെ ഇയറിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഓർഡർ ചെയ്യണം. അപ്പം ഇതില് ആദ്യം നടക്കുന്നത് മുസാഫിർപൂർ കോൺസ്പിറസി കേസാണ്. ഇത് April 30, 1908 നടക്കുന്നത്. ആൻഡ് കാൺപൂർ കോൺസ്പിറസി കേസ് എടുക്കുകയാണെങ്കിൽ അത് 1924 ഉണ്ടാവുന്നത്. ആൻഡ് കക്കോരി കോൺസ്പിറസി കേസ് August 9, 1925 ആൻഡ് മീററ്റ് കോൺസ്പിറസി കേസ് 1929 ലാഹോർ കോൺസ്പിറസി കേസ് 1929 ആൻഡ് 1931 അപ്പോൾ കൃത്യമായി ഇയർ പഠിച്ചു വെക്കാം. ആൻഡ് ഏതൊക്കെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺസ്പൈറസി കേസുകൾ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. അപ്പം 1924 ഒക്കെ തൊട്ട് വരുമ്പോൾ നമുക്ക് കുറെ കൂടി എന്താണ് HSRAന്റെ ഒക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന കുറെ കോൺസ്പൈറസീസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. 1924, 1925, 1929 പീരീഡിലൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? ആൻഡ് ഇത് പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്ത് ആക്ഷൻ ആണ്, എന്ത് വയലൻസ് ആക്ഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്? ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതും സ്റ്റേറ്റ്മെന്റ് ആണ്. പാസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് ബട്ട് റൈറ്റിംഗ്സ് അബൌട്ട് ദ പാസ്റ്റ് ചേഞ്ച്. അതായത് പാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ എപ്പോഴും സ്ഥിരമായിട്ടുണ്ട്, പക്ഷെ എന്താണ്, ഓരോരുത്തരും ആ പാസ്റ്റിനെ പറ്റി എഴുതുന്ന രീതിയിലാണ് വ്യത്യാസം. ആ എഴുതുന്നിടത്താണ് പാസ്റ്റില് മാറ്റം വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഹിസ്റ്റോറിയൻ ആ പാസ്റ്റിനെ ഡീൽ ചെയ്യുമ്പോഴാണ്, ഓരോ ഹിസ്റ്റോറിയനും അവരവരുടെ കാലഘട്ടവും അവരവരുടെ കാലഘട്ടത്തിലെ വ്യൂ പോയിന്റിനനുസരിച്ച് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ അവരുടെ പ്രസന്റിൽ നിന്നുകൊണ്ട് പാസ്റ്റിനെ വീക്ഷിക്കുമ്പോൾ ആ പാസ്റ്റിന്റെ എഴുത്തുകളിൽ മാറ്റം വരും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. യഷ്കാർ വാട്ട് ഈസ് ഹിസ്റ്ററി, UGC മോഡൽ കരിക്കുലം ഓൺ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി 2001, ജാക്കസ് ഡെറിഡാസ് ഓഫ് ഗ്രാമറ്റോളജി ആൻഡ് മിഷേൽ ഫുക്കോസ് ദ ആർക്കിയോളജി ഓഫ് നോളജ്. ഇതില് ആൻസർ വരുന്നതാണ് UGCന്റെ മോഡൽ കരിക്കുലം ഓൺ ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി 2001. ഇതാണ് ഉത്തരം. അതിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുന്നത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്കി ഓപ്ഷൻസിൽ നിന്നും പഠിക്കാവുന്ന കാര്യങ്ങളാണ് എന്ത്, EH കാറിന്റെ വാട്ട് ഈസ് ഹിസ്റ്ററി എന്ന് പറയുന്ന വർക്ക് 1961 വരുന്നത്. ആൻഡ് ജാക്കസ് ഡെറിഡയുടെ വർക്കാണ് ഓഫ് ഗ്രാമറ്റോളജി 1967 ആ വർക്ക് വരുന്നത്. അത് ഈ പോസ്റ്റ് മോഡേൺ ഐഡിയ ഒക്കെ ആയിട്ടുള്ള ഡീകൺസ്ട്രക്ഷനെ പറ്റിയിട്ടൊക്കെയാണ് അതിൽ പറയുന്നത്. ആൻഡ് മിഷേൽ ഫൂക്കോന്റെ ദ ആർക്കിയോളജി ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് 1969 വരുന്നത്. ഇതുകൂടി നമ്മൾ ഇതിൽ നിന്നും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യ ഫ്രം ദ ബിഗിനിങ് ബിലീവ്ഡ് ഇൻ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ബിക്കോസ് ഗ്രോത്ത് ഇൻ ഡാഷ്. അതായത് തുടക്കം മുതലേ ഇന്ത്യയിൽ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന് വളരെ വലിയ പ്രോത്സാഹനം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ മാത്രമാണ് നമ്മൾ കുറെ കൂടെ ഫോക്കസ് ചെയ്ത് ഡെവലപ്മെന്റ് വന്നിരുന്നത്. അപ്പോൾ
അതിനുള്ള കാരണം അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? അഗ്രികൾച്ചർ ഔട്ട്പുട്ട്, മെറ്റലർജിക്കൽ ഇൻഡസ്ട്രി, കോട്ടേജ് ഇൻഡസ്ട്രി, ഫോറിൻ കറൻസി റിസർവ്സ് ആൻഡ് 1-to-1 നീഡ് ബേസ്. ഓക്കെ, ഇതിൽ നമുക്ക് കറക്റ്റ് എലിമിനേഷൻ നടത്താം. അതായത് ഫോറിൻ കറൻസി റിസർവ്സ് നമുക്ക് ഇവിടെ ഒഴിവാക്കി കളയാം. കാരണം എന്താണ്? ഫോറിൻ കറൻസി റിസർവ്സ് ഉള്ളത് കൊണ്ടല്ല നമുക്ക് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തിരുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ 1-to-1 നീഡ് ബേസിലാണ് ഇവിടെ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് നടന്നിരുന്നത്. നമ്മൾ കുറെ വലിയ കൈൻഡ് ഓഫ് എന്താണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള വലിയ പ്രൊഡക്ഷൻ ഒന്നും തന്നെ ഇവിടെ നടത്തിയിരുന്നില്ല. ഓക്കെ, അത് പിന്നീടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഡി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പോ ഡി 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 എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ 1ഉം 2ഉം എലിമിനേറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് കൺസിഡറേഷൻ വെക്കേണ്ടത് 3ഉം 4ഉം ആണ്. ഈ 3ഉം 4ഉം ഒന്ന് ശ്രദ്ധിച്ച്, ABCE അതന്നെയാണ് ഇവിടെ തിരിച്ചു കൊടുത്തിരിക്കുന്നത്, ABC. അപ്പൊ ഇതില് 3ഉം 4ഉം ആൻസർ ആണ്. എന്താണ്? അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്, മെറ്റലർജിക്കൽ എന്താണ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ധാരാളമായിട്ട് ലഭിച്ചിരുന്നു നമുക്ക്. ആൻഡ് ഇവിടെ നമുക്ക് മെറ്റലർജിക്കൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് ഇവിടെ തുടക്കം മുതലേ നമ്മൾ അയണൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മൾ കൃഷിയിലേക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. കോട്ടേജ് ഇൻഡസ്ട്രി ഉണ്ട് ആൻഡ് 1-to-1 നീഡ് ബേസ്. ഇതൊക്കെ കൊണ്ടാണ് അഗ്രികൾച്ചറിന്റെ ഗ്രോത്ത്, അഗ്രികൾച്ചർ ബേസ്ഡ് ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇനി അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു ഡിഫീറ്റഡ് നൈസം ഓഫ് ഹൈദരാബാദ് ഇൻ ദ ബാറ്റിൽ ഓഫ് പാൽക്കറ്റ്. ബാറ്റിൽ ഓഫ് പാൽക്കറ്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ നൈസം ഓഫ് ഹൈദരാബാദിനെ തോൽപ്പിച്ചത് ആരാണ്? പേഷ്വ ബാജിറാവോ ഫസ്റ്റ് ആണോ? പേഷ്വ ബാജിറാവോ സെക്കൻഡ്? പേഷ്വ ബാലാജി വിശ്വനാഥ്? പേഷ്വ നാരായൺ റാവു? അപ്പൊ ഇത് ഏർലി പീരീഡിൽ, അതായത് പേഷ്വ റൂളേഴ്സ് ഒക്കെ വരുന്നതിന്റെ ഏർലി പീരീഡിലാണ് അത് നടക്കുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് പാൽക്കറ്റ് നടക്കുന്നത് 1728 ഫെബ്രുവരി 28-ലാണ്. അപ്പോൾ ആരാണ് ഹൈദരാബാദ് നൈസാമിനെ തോൽപ്പിക്കുന്നത്? പേഷ്വ ബാജി റാവു ആണ് തോൽപ്പിക്കുന്നത്. എന്താണ് ഇവിടെ ഈ ഒരു ബാറ്റിൽ ഓഫ് പാൽക്കറ്റ് 1727 ആരൊക്കെ തമ്മിലാണ്? മറാത്ത ആർമി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പേഷ്വ ബാലാജി റാവു ഫസ്റ്റ് ആൻഡ് പേഷ്വ ബാലാജി റാവു അല്ല, പേഷ്വ ബാജി റാവു ആണ്. പേഷ്വ ബാജി റാവു ഫസ്റ്റ് ആൻഡ് വേഴ്സസ് ഫോഴ്സസ് ഓഫ് ഹൈദരാബാദ് ലെഡ് ബൈ നൈസാം ആസഫ് ജ ഫസ്റ്റ്. ആൻഡ് ഈ ഒരു ബാറ്റിൽ ആരാണ് ജയിക്കുന്നത്? മറാത്ത ഫോഴ്സസ് ആണ്. എന്നിട്ട് ആ ബാറ്റിൽ എൻഡ് ചെയ്യുന്നത് ട്രീറ്റി ഓഫ് മുഞ്ചി ഷിവാഗാവോൺ എന്ന് പറയുന്ന ട്രീറ്റിയിലൂടെയാണ് അത് അവസാനിക്കുന്നത്. ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇവർ നൈസാമും ഈ പെഷ്വയും തമ്മിൽ ഒരു ബാറ്റിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ഹൈദരാബാദ് സ്റ്റേറ്റ് അദ്ദേഹത്തിന്റെ കൺട്രോൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അസഫ് ജാക്ക് മറാത്താസിന്റെ മേലെ എങ്ങനെയും കൺട്രോൾ കിട്ടണം. അങ്ങനെയാണ് അവിടെ ഒരു പൊളിറ്റിക്കൽ ഒരു എന്താണ് ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമ്പോൾ ഈ നൈസാം വന്നിട്ട് അവിടെ ഇടപെടുകയാണ്. എന്താണ് അവിടെ ഷാഹും സംഭാജിയും തമ്മിൽ ആരാവ് റൂളർ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് ഈ നൈസാം അഷഫ് ജ വന്നിട്ട് ആരാണ്? സംഭാജി സെക്കൻഡിന്റെ ഫാക്ഷനെ സപ്പോർട്ട് ചെയ്യും. ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഈ ഒരു അദ്ദേഹത്തിന്റെ ഈ ഒരു പൊളിറ്റിക്കൽ ഇടപെടലോട് ശേഷമാണ് ഇങ്ങനൊരു ബാറ്റിൽ ഉണ്ടാവുന്നത്. അതില് മറാത്താസ് ജയിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതൊരു ടേമിന്റെ അർത്ഥമാണ്. എന്താണ്? വട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഇക്ത? ഇക്ത എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഫിനാൻഷ്യൽ അസൈൻമെന്റ് ആണോ? ദ ലാൻഡ് ഗിവൺ ഇൻ ലി ഓഫ് മിലിറ്ററി ആൻഡ് സിവിൽ സർവീസ് ആണോ? അഗ്രികൾച്ചർ ലാൻഡ് ഫോർ അഡ്മിനിസ്ട്രേഷൻ, ജുഡീഷ്യൽ ഏരിയാസ് ആൻഡ് ടു സിക്ദർ ഈ സിക്ദരൻ. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 2 ആണ്. ദ ലാൻഡ് ഗിവൺ ഇൻ ലീ ഓഫ് മിലിറ്ററി ആൻഡ് സിവിൽ സർവീസസ്. അതായത് ഇത് ഡൽഹി സൽത്തനേറ്റില് ഇൽത്തുമിഷ് ആണ് ഈ ഒരു സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സിവിൽ സർവൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് നമ്മൾ ലാൻഡ് ഗ്രാന്റ് കൊടുക്കുന്നു. എന്തിനു പകരമായിട്ട്? അവർ തരുന്ന സർവീസിന് പകരമായിട്ട്. ഇത് നമുക്കറിയാം, മൻസബ്ദാരി സിസ്റ്റം ഒക്കെ ഇതിൽ നിന്നും റൂട്ട് ചെയ്തപ്പെട്ടിട്ടാണ്. അതായത് അതിന്റെയൊക്കെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇക്ത സിസ്റ്റത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് എന്താണ്? ഇതൊരു കൈൻഡ് ഓഫ് ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ്. അതായത് ദ ടെറിട്ടറീസ് ഓഫ് ഡൽഹി സൽത്തനേറ്റ് സ്പ്ലിറ്റ് ഇൻ ടു വേരിയസ് ബിഗ് ആൻഡ് സ്മോൾ ലാൻഡ്സ്. അതിന് ഇക്ത എന്ന് പറയുന്നു. ആൻഡ് ഈ ഇക്ത ലാൻഡുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ആർക്കൊക്കെയാണ് കൊടുത്തിരുന്നത്? സൽത്താൻസിന്റെ ട്രൂപ്സിനും കമാൻഡേഴ്സിനും ആൻഡ് ലോഡ്സിനുമാണ്. ആൻഡ് ഇത് ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? അവർ ചെയ്യുന്ന സർവീസിനെ എക്സ്ചേഞ്ച് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. എന്താണ്? ഇറ്റ് വാസ് ആൻ അലോട്ട്മെന്റ് ഓഫ്
ഏർണിങ്സ് ഫ്രം ദ പെർട്ടിക്കുലർ ട്രാക്ട് ഓഫ് ലാൻഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സർവീസ് പ്രൊവൈഡഡ്. അതായത് അവർക്ക് ഒരു പെർട്ടിക്കുലർ ട്രാക്ട് ഓഫ് ലാൻഡ് കൊടുക്കുകയാണ്, എന്നിട്ട് ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് അവർക്ക് എടുക്കാം. കാരണം അവര് സ്റ്റേറ്റിന് ഒരു കൃത്യമായി സർവീസ് ചെയ്യണമായിരുന്നു. നമ്പർ ഓഫ് ആർമിനെ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റേറ്റ് ആവശ്യപ്പെടുമ്പോൾ ആ ആർമിനെ ഇവർക്ക് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസുകൾക്ക് പകരമായിട്ടാണ് ഇവർക്ക് ഈ ഒരു ലാൻഡ് കൊടുക്കുന്നത്. ആ ലാൻഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആർക്ക് എടുക്കാം? ഇക്തേദാസിന് എടുക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹു ഇൻട്രൊഡ്യൂസ് നക്ഷബന്ദി സിൽസില ഇൻ ഇന്ത്യ? ആരാണ് ഇന്ത്യയിലെ നക്ഷബന്ദി സിൽസില ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഉത്തരം അറിയാമെങ്കിൽ ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് പോകാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഷാ നിയാമത്തുള്ള ഖാദരി, ഷാ അബ്ദുള്ള ഷട്ടറി, ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തി, ഖ്വാജ ബക്കി ബില്ല, ഇതിൽ ആരാണ് നക്ഷബന്ദി സിൽസില ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? നോക്കൂ, ഇവിടെ ഖ്വാജ നിയാമത്തുള്ള ഖാദരി. അപ്പോൾ ഖാദരി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു സിൽസിലയാണ്. ഖാദരി സിൽസിലേന്റെ ഫൗണ്ടർ ആണ്. അപ്പോൾ ഷാ നിയമത്തുള്ള. ഷാ അബ്ദുള്ള ഷത്രി എന്ന് പറയുന്ന ക്ഷത്രിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു സൂഫി സിൽസിൽ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലീഡർ ആണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തി ആരാ? ചിശ്തി സിൽസിലെ ലീഡർ ആണ്. ഒബ്വിയസ്ലി നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ഖ്വാജ ബക്കി ബില്ല അദ്ദേഹത്തെ നമുക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ തന്നെ ഈ സിൽസിലകളുടെ പേര് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് എത്തുകയാണ്. എന്നാണ് ഖ്വാജ ബക്കി ബില്ല. അപ്പൊ ചിഷ്ടി സിൽസില ഫൗണ്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട സിൽസിലാണ് ചിഷ്ടി, സുഹർവാദി, നക്ഷബന്ദി, ഖാദിരി, ക്ഷത്രിയ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന്റെ ലീഡേഴ്സിൽ ചിഷ്ടി സിൽസിലേന്റെ ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്ടിയാണ്. അത് കൂടാതെ ആ ചിഷ്ടി സിൽസിലേന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട സൂഫി ലീഡേഴ്സിന്റെ പേരൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സുഹർവാദി സിൽസില ഷിഹാബുദ്ദീൻ സുഹർവർദിയാണ്. ആൻഡ് നക്ഷബന്ദി സിൽസിലേന്റെ ഫൗണ്ടർ ഖാജ ബഹാവുദ്ദീൻ നക്ഷബന്ദിയാണ്. പിന്നീട് എന്താണ് ഫൗണ്ടർ അദ്ദേഹമാണ്. പക്ഷെ ഇത് ഇന്ത്യയിൽ കൂടുതലും അത് പ്രൊപ്പഗേറ്റ് ചെയ്തു കൊണ്ടുവരുന്നത് ഖ്വാജ അല്ലെങ്കിൽ ഷെയ്ഖ് ബക്കി ബില്ലയും ഷെയ്ഖ് അഹമ്മദ് സിർഹൻഡിയുമാണ്. ആൻഡ് ഖദരി സിൽസിൽ എന്ന് പറയുമ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ആണ്. ആൻഡ് ഷെയ്ഖ് നിയാമത്തുള്ള ഒക്കെയാണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സിൽസിലകളും അതിന്റെ ലീഡേഴ്സും ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അവർ ഏതൊക്കെ റൂളേഴ്സിന്റെ കണ്ടംപററി ആണെന്ന് കൂടിയൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ആണ് ഇന്നിപ്പം ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എത്താവുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്, കൈൻഡ് ഓഫ് ഈസി രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കൃത്യമായി എലിമിനേഷൻ ടെക്നിക്സ് മിക്കയിടങ്ങളിലും പ്രയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഡീപ്പിലൊന്നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ഒരു പെരിഫറൽ ലെവലിൽ നമുക്ക് ബേസിക് ഫാക്റ്റുകളൊക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.